If you have a daughter, son and daughter will share into the 2:1 ratio. Son get always twice of a girl share. Daughter. Okay. They don't have an equal capacity. കോടതി പോയി ചാലഞ്ച് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ച വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹമാണ് അതിൻ്റെ ശരിക്കുള്ള വ്യക്തി. എല്ലാവരും ചാലഞ്ച് ചെയ്യുന്നത് എന്താണ്, ഒറ്റ കാര്യങ്ങളും അദ്ദേഹം ഈ ബില്ല് എഴുതിയിട്ടില്ല. ബേസിക്കലി ഇന്ത്യയിൽ നമുക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് വെരി പുവർ. Very poor. You're right. ഓൾ ആർ ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ്. കുമ്പഴാണ് നിങ്ങളുടെ മക്കളുടെ തനിനിറം മനസ്സിലാണെങ്കിൽ അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോഴാണ് മക്കളുടെ തനിനിറം മനസ്സിലാക്കും. കോടതിയിൽ 2 ബ്രദർ കോടതി പോയി കഴിഞ്ഞാൽ ഐ വിൽ ടെൽ യു, പിന്നീട് ആ റിലേഷൻഷിപ്പ് സ്പോയിൽ ആയി. ദ മൊമെന്റ് യു ടച്ച് ദ കോർട്ട്, ഗോൺ. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പം പഴയ കുടുംബങ്ങളിൽ അങ്ങനെയാണല്ലോ, പ്രോപ്പർട്ടീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ ആ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി എൻ്റെ അച്ഛൻ്റെ സൈഡിലേക്കായിരിക്കും പോവുക. അബ്സല്യൂട്ട്ലി. ഇത് രണ്ടും കൂട്ടി വെച്ചിട്ടേ ആഫ്റ്റർ എ പോയിന്റ് വന്നിട്ട് ഇദ്ദേഹം മരിക്കുമ്പം വൈഫിനോ മക്കൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇത് എവിടെയാണെന്ന്. അല്ലേ, ഇന്ത്യയിൽ 2 ലക്ഷം കോടിയാണ് അൺക്ലെയിംഡ് മണി. ഫസ്റ്റ് ഓഫ് ഓൾ മുസ്ലിംസിന് ബില്ല് എഴുതാൻ പറ്റില്ല. സോ Why is the law like this? I can't help. സുപ്രീം കോർട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇതെൻ്റെ അച്ഛൻ എഴുതിയ ബില്ല എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫീസ് അക്സെപ്റ്റ് ചെയ്യില്ല. യു നീഡ് ടു ടേക്ക് ദ കോർട്ട് ഡയറക്ഷൻ ഫ്രം ദ ഹൈക്കോർട്ട്. വെൻ യു ഹാവ് എ സ്പെഷ്യൽ നീഡ് ചൈൽഡ്, വെൻ യു ഡോണ്ട് ഹാവ് എ ചിൽഡ്രൻ, put a trust. So basically, if I am writing a will for my children or for my husband, then I need to write the will and then get it legally accepted. Not you. Hello and welcome everybody to our show in Focus. Like, I can't tell you how excited I am about this subject. കാരണം ഇത് എനിക്ക് തീരെ അറിയാൻ മേലാത്ത ഒരു സബ്ജക്റ്റാണ്. ഇതേക്കുറിച്ച് റിസർച്ച് എനിക്കൊന്ന് മാസങ്ങൾ ചെയ്താലേ ഞാൻ പഠിക്കത്തുള്ളൂ. ഒട്ടും തന്നെ നമുക്ക് ആർക്കും അവയർനെസ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. നമ്മുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിലെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേര് അവരുടെ സ്വത്തുക്കൾ വില്ലും ട്രസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ അത് കംപ്ലീറ്റ്ലി നശിച്ചു പോവുക, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കയ്യിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു രീതിയിലും ലീഗലായിട്ട് റൈറ്റ്ഫുള്ളി എത്തേണ്ടടുത്ത് എത്താതെ പോകുന്നു. കേരളത്തിൽ മാത്രമല്ല, ദുബൈയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള പ്രോപ്പർട്ടീസ് ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ഫാമിലിയെ നമുക്ക് സേഫ് ഗാർഡ് ചെയ്യണം. നമ്മുടെ അടുത്ത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് കറക്റ്റായിട്ട് നമ്മുടെ അസറ്റ്സ് എങ്ങനെ പാസ് ഓൺ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് സംസാരിക്കാൻ വി ഹാവ് ആൻ എക്സ്പേർട്ട് ഓൺ ദ പാനൽ ടുഡേ ആൻഡ് വി ഹാവ് മിസ്റ്റർ ശ്രീജിത്ത് കുനിയൽ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ടു ദ ഷോ. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ട്രൂ ലെഗസി. ട്രൂ ലെഗസി ഈസ് എ സക്സഷൻ പ്ലാനിങ് ഫേം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. ബട്ട് ക്യാൻ യു ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫോർ us? ഇറ്റ് ഇസ് ടു ഡു വിത്ത് ഇൻഹെറിറ്റൻസ്. ഇറ്റ്സ് ഇൻഹെറിറ്റൻസ്. സോ സക്സഷൻ എന്ന് പറയുമ്പം നമുക്ക് എന്താണോ അസറ്റ് ആയിട്ടുള്ളത്, അല്ലെ, നമ്മുടെ കയ്യിലുള്ളത് പ്രോപ്പർട്ടി, മണി, ബാങ്ക്, ഗോൾഡ്, whatever it is, അല്ലെ, ഇതൊക്കെ നമ്മുടെ വെൽത്ത് ആണ്. ഇത് നമ്മൾ എങ്ങനെ സക്സസ്ഫുള്ളി ഹാൻഡ് ഓവർ ചെയ്യുന്നു ഒരാൾക്ക്, അല്ലേ, ആർക്കാണ്? നമ്മുടെ വൈഫ്, മക്കള്, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ മൊത്തം ഈ വെൽത്ത് ഉണ്ടാക്കുന്നത്, അല്ലേ. അതെങ്ങനെ സക്സസ്ഫുള്ളി ഹാൻഡ് ഓവർ ചെയ്യും എന്ന് നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ അത് അങ്ങനെ പോകുന്നുണ്ടോ എന്നത് ഉണ്ടാക്കിയ ആൾക്ക് ഒരിക്കലും അറിയുന്നില്ല. കാരണം നമുക്ക് ശേഷം ആ വെൽത്ത് അവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നതിനെക്കുറിച്ച് ആർക്കും ധാരണയില്ല. നമ്മൾ വിചാരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ പാസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ആ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി പോകും. പക്ഷെ അത്രയ്ക്കും സിമ്പിൾ അല്ല കാര്യം. കാരണം നമ്മളില്ലല്ലോ, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളില്ലല്ലോ. അത് അവരും ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ, അല്ലേ? കാരണം അവരെങ്ങനെയാണ് ഇത് സ്ട്രഗിൾ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല, അല്ലേ? ഏതെങ്കിലും ഒരു കേസ് സ്റ്റഡിയെ കുറിച്ച് പറയോ, വേർ യു ഫെൽറ്റ് ലൈക്ക് യു നോ ഇത് ഒരു ബില്ല് എഴുതിയിരുന്നെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ? രണ്ട് ഇൻട്രസ്റ്റിംഗ് റീസൺലി ഓക്കെ. ക്രിസ്ത്യൻ കപ്പിൾ, മക്കളില്ല, അത്യാവശ്യം മക്കളില്ലാത്ത ഒരു കപ്പിൾസ് നോർമലി അങ്ങനെയാണല്ലോ, എപ്പോഴും അവർ ഐസൊലേറ്റഡ് ആയിരിക്കും. കാരണം മറ്റു ഫാമിലി ആയിട്ടൊന്ന് ഇൻട്രാക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അവർ എപ്പോഴും ഐസൊലേറ്റ്, കാരണം റിസ്ക്കിയാണ്, അവർക്ക് എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീൽ വരും. അപ്പോൾ ഈ ഒരു കേസിൽ പെട്ടെന്ന് ഹസ്ബൻഡ് മരിക്കുന്നു. ഇയാൾക്ക് അത്യാവശ്യം കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് 2 ഫ്ലാറ്റും ഒരു വില്ലയൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി വൈഫ് എന്താ വിചാരിക്കുന്നത്, 100% എൻ്റെതാണ്. കാരണം ഇവർ രണ്ടുപേരും ആണല്ലോ 10-20 വർഷം ഒന്നിച്ച് ജീവിച്ചത്, അല്ലേ. പക്ഷേ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്താണ് വൈഫിന് മനസ്സിലാകുന്നത് വൈഫ് ഷീ ഈസ് ഗെറ്റിംഗ് ഓൺലി 50% ഓഫ് ഹിറ്റ്സ് റൈറ്റ്സ്. ബാലൻസ് 50% സിബ്ലിങ്സ് ഓഫ് ദ ഹസ്ബൻഡിനാണ് റൈറ്റ്സ് ഉള്ളത്. മരിച്ച അദ്ദേഹത്തിൻ്റെ ചേട്ടനും അനിയനുമാണ് ഇതിൻ്റെ മുകളിൽ റൈറ്റ്സ് ഉള്ളത്. അവർ തമ്മിൽ ബന്ധവുമില്ല, കഴിഞ്ഞ 10-20 വർഷം യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഐഡിയലി ഇവരുടെ NOC കിട്ടിയാൽ മാത്രമേ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ. Of this property in her name. Yeah, because they comes under the Indian Succession Act. They are both are Christians. കുട്ടികളില്ല. So she get only 50% of her rights. എന്നുവെച്ചാൽ എത്ര ക്രിസ്ത്യൻ വൈഫിന് അറിയാം ഇങ്ങനെ അവർക്ക് ആകെ 50% മാത്രമേ റൈറ്റ്സ് കിട്ടുന്നുള്ളൂ. ഓൺലി അത് ഈ കൂടെ ആക്ച്വലി ഡ്രാഫ്റ്റർ എ ബിൽ, അദ്ദേഹം ഒരു ബില്ല് എഴുതി വെച്ചാൽ മതി.
ഇവിടെ കുട്ടികളില്ല എന്ന് പറഞ്ഞു. കുട്ടികൾ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണോ? കുട്ടികളില്ലെങ്കിൽ ബാക്കി കുട്ടികൾക്കാണല്ലോ വരുന്നത്. ഈ 50% is for the wife and the 50%. Not even 50%. She get only 33% when കുട്ടികളുണ്ടെങ്കിൽ. She get 1/3. 1/3. Okay. Then 2/3 will go to children. Children. But 100% is within the family. Right. വൈഫിന് മക്കൾ കിട്ടിയിടത്തോളം കുഴപ്പമില്ല. For her, it's basically children are her family. Yeah. Husband comes next, no? Okay. First family for any woman, the children are the most important family. അവർക്ക് കിട്ടുന്ന ഒരു റൈറ്റ്സ് വേറൊരാൾക്ക് പോകുമ്പോഴാണ് ടെൻഷൻ. 100% അവർക്ക് എടുത്താലും കുഴപ്പം, എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ മക്കൾ കിട്ടിയാൽ മതി. Okay. പക്ഷേ ഇവിടെ സിനാരിയോ വന്ന് മക്കളില്ല, ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടി പോകുന്നത് സിബ്ലിങ്സ് ഓഫ് ദ ഹസ്ബൻഡ്. And this must be so common. It's very common, very common. I have another case I can tell you. Both husband and wife getting കുട്ടികളില്ല. They from US. അത്യാവശ്യം യൂസ്ലി മെൻസലി റിച്ച് ആണ്, ഇവിടെ കൊച്ചിയിലാണ്. 2 years back he came here. പെട്ടെന്ന് ഒരു വീക്ക് മുൻപ് US പോകുന്നതിന് ഒരു വീക്ക് ആൾ പെട്ടെന്ന് കൊളാപ്സായി, ആൾക്ക് ഹാഫ് പാരലൈസ് ആയി. ആളിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആൾ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ബെഡ് റിട്ടേൺ. ആൾക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. വൈഫ് ഓൾമോസ്റ്റ് ഏജ്ഡ് ആണ്. പക്ഷേ എന്താ പ്രശ്നം, ഇപ്പം വിചാരിച്ചാലും വില്ല് എഴുതാൻ പറ്റില്ല. ആൾ ഇൻകപ്പാസിറ്റേറ്റഡ് ആണ്. വില്ല് എഴുതാനുള്ള സൗണ്ട് മൈൻഡ് ഈ doesn't have a sound mind. So what will happen to the whole property and the assets that you have? ലീഗലി വേണമെന്ന് വെച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് നാളെ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ബില്ല്. കാരണം എല്ലാവരും ഇമ്മോർട്ടൽ ആണല്ലോ. നമ്മുടെ മനസ്സിൽ നമ്മൾ 100 വയസ്സ് വരെ ജീവിക്കുന്നതാണല്ലോ. നമ്മളൊരു 75-80 വയസ്സുള്ള ഒരാൾക്കും കൂടി നിങ്ങളൊരു 500 രൂപ കൊടുത്തോളൂ. They hold it. അല്ലേ? They hold it. They never spend, no? പ്രായമുള്ള ആൾക്കാർക്ക് നമ്മളൊരു 500 രൂപ 1000 കൊടുത്തു കഴിഞ്ഞാൽ they hold it. കാരണം they also believe വന്നിട്ട് they have another 5 years of life. So that is how every human being live in the country. Such a way വന്നിട്ട് we all are immortal. വില്ല് എന്നത് ഈ സക്സഷൻ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് every family should know. That brings me to the question. പലപ്പോഴും ആൾക്കാരുടെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് ഇതൊക്കെ വലിയ പൈസക്കാർക്ക് മാത്രം ചെയ്യേണ്ട കാര്യമല്ലേ? ഇതൊക്കെ നമ്മൾ സാധാരണക്കാരോ അല്ലെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരോ ഒരു നെറ്റ് വർത്ത് ഫുൾ അസെറ്റ്സ് എന്ന് പറയുന്നതിന് 1-2 കോടിയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പലരുടെ മനസ്സിലുണ്ടാവുക. പിന്നെ ഉള്ളൊരു ചോദ്യം, ഇപ്പം വേണോ, പിന്നീട് ചെയ്താൽ പോരെ? ഈ 2 ചോദ്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു റോഡ് ബ്ലോക്ക് ആയിട്ട് വരിക. ഒരു 2 കോടി എന്നുള്ളത് വേറൊരാളുടെ 20 കോടി എന്നുള്ളതും വേറൊരാളുടെ 200 കോടി എന്നുള്ളതും അവരുടെ കയ്യിലുള്ള വാല്യൂവിന് അത്രയും വാല്യൂ ഉണ്ടാവും. ദാറ്റ് ഈസ് ദർ ലൈഫ് ടൈം വാല്യൂ, ലൈഫ് ടൈം വെൽത്ത്. For the person who earned and created a wealth of around 2 crore, right? For him, that is even equal to 200 crore for another person. Yes. It's a person to person, but the value of the only question that 2 crore, whether whatever I earned in my entire life, how will I pass on to my children? ഇത് എങ്ങനെ എൻ്റെ വൈഫിന് പോകും, എൻ്റെ മക്കൾക്ക് എങ്ങനെ പോകും എന്നുള്ളതാണ് ചോദ്യം. ഇഫ് യു ഡോണ്ട് ഹാവ് എ വിൽ, നോർമലി ഒരു വീട് മാത്രമുള്ള ഒരാളാണെങ്കിൽ ക്ലെയിം വരില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷേങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി അതേഴ്സ് ഓൾസോ ക്യാൻ ക്ലെയിം. ഫോർ എക്സാമ്പിൾ ഞാനൊരു സിനാരിയോ പറയാം. ഹിന്ദു ഫാമിലി, ഇപ്പോൾ ഹസ്ബൻഡ് പാസ്റ്റ് അവേ, ഹിന്ദുവിൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നത് അമ്മയ്ക്കും വൈഫിനും മക്കൾക്കും ഈക്വലാണ്. ആ മരിച്ചുപോയ വ്യക്തിയുടെ അമ്മയ്ക്കും വൈഫിനും മക്കൾക്കും എല്ലാം 2 മക്കളുണ്ടെങ്കിൽ വൈഫും അമ്മയും കൂടി ചേർന്ന് 25 equal proportion, independent capacity. And wife and mother comes together same capacity of a male of a Hindu family. Hindu family, because Hindu succession law like that. So അതായത് ഒരു പർട്ടിക്കുലർ ആളുടെ റിലീജിയൻ പ്രകാരമാണ് ഈ സക്സഷൻ ലോ comes into the picture. Okay, so we don't have the will in which you think. Let's just talk about how does it manifest in 2 contexts. ഒന്ന് ജെൻഡേഴ്സ്, ഒന്ന് റിലീജിയൻ. ഇപ്പം നമ്മൾ ഹിന്ദു ഫാമിലിയുടെ കാര്യം പറഞ്ഞു, അവിടെ എല്ലാവർക്കും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ട്രീറ്റഡ് ഈക്വലി. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു മുസ്ലിം ഫാമിലീസ്, what would be the difference? Okay, വില്ലില്ലാത്ത സിനാരിയോ. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഓഫ് ഓൾ മുസ്ലിംസിന് വില്ല് എഴുതാൻ പറ്റില്ല. They can only write 1/3 of the property as a will. So beyond 2/3 they can't write a will. Even beyond 2/3 will എഴുതണമെങ്കിലും കൺസെന്റ് പാർട്ടികളുടെ എല്ലാവരുടെയും കൺസെന്റ് വേണം. എന്നാലും മാത്രമേ 2/3 എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2/3 എങ്ങോട്ടാണ് പോവുക? 2/3 actually I will tell you, 2/3 will go as per the Shariat law. Okay, Muslim personal Shariat law പ്രകാരം there is a category of called as a residuary, there is a category called as a sharers. Sharers എന്ന് പറഞ്ഞാൽ they have a fixed percentage of share. Okay. Their balance they will
go back to the residuary. Okay. For example, a Muslim family, son comes under the residuary capacity. Son. Okay. ഒരു Muslim family, son ഉണ്ടെങ്കിൽ he comes as a residuary capacity. Okay. And wife get 1/8, actually 12.5%. A Muslim wife get only 12.5%. 1/8. 1/8. Okay. And balance will go to, if you have a son, it will go to balance to the son. If you have a daughter, son and daughter will share into the 2:1 ratio. Son get always twice of a girl share. Daughter. Okay. They don't have an equal capacity. Always son get twice of the share. Okay. Then parents get 1/6. And parents has a role in Muslim Sharia law. Christians law parents ni യാതൊരു റോളും ഇല്ല. Role illa. സോ ഇവിടെ സിനാരിയോ എപ്പോഴാണ് മാറുന്ന പറഞ്ഞാൽ സൺ ഇല്ലാത്ത കേസ് യു ഹാവ് ഓൺലി ഗേൾ ചൈൽഡ്. Daughters. Okay, then automatically wife get 1/8 and daughter get actually the 2/3. Balance will go to husband's father. Husband's father. സൺ ഇല്ലല്ലോ. Son illa. സൺ ഇല്ലെങ്കിൽ ഫാദർ ആണ് റെസിഡ്യൂറി കപ്പാസിറ്റി. ഫാദറും ഇല്ലെങ്കിൽ ഈ മരിച്ച ആളുടെ ബ്രദർ ആണ് റെസിഡ്യൂറി കപ്പാസിറ്റി. സോ ബട്ട് ടെക്നിക്കലി വാട്ട് ഹാപ്പൻ, എ വൈഫ് ഗെറ്റ് 1/8 and daughter get 2/3. Balance you need to get a consent from the siblings. But in a Christian family, what happened? Wife and children 100% will go within the family. It never go out. And a Hindu family, wife and the children get 100%. Even only mother is there. Normally Hindu family mother claim kondu varilla because of our culture. നമ്മുടെ നാട്ടിലൊരു കൾച്ചർ ഉണ്ടല്ലോ, അമ്മ നോർമലി ക്ലെയിം കൊണ്ട് വരാത്തതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. ക്ലെയിം കൊണ്ട് വന്നാൽ കൊടുക്കണം. ദാറ്റ്സ് എ ഡിഫറെന്റ് സിനാരിയോ. And somewhere along the line, what I feel is in the entire landscape, സ്ത്രീകളും പെൺകുട്ടികൾക്കും ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഷെയർ ആണ്, ഓർ വളരെയധികം റിസ്ക് എലിമെന്റ് ഉള്ള. I always say actually, കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഭാര്യയായിരിക്കും, പക്ഷെ ഭാര്യയായിരിക്കും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. Can you tell us about some instances that you have seen? So again, ഞാൻ ഈ പറയുന്ന ഒരു കേസിൽ ഇപ്പം വൈഫ് ഹിന്ദു ഫീമെയിൽ ആൻഡ് ഹസ്ബൻഡ് ഈസ് പാസ്ഡ് അവേ. Okay. Okay, early age. സോ വൈഫ് എന്താണ് അവരുടെ സ്വന്തം കഴിവിൽ വന്നിട്ട് ഇന്ന് ടുഡേ എവറിബഡി വർക്ക്സ് റൈറ്റ്. അതെ. എവറി വുമൺ ഹാവ് വർക്ക്സ് റൈറ്റ്. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ 50% more or less ഗേൾസ് ആർ വർക്കിംഗ്. സോ അപ്പോൾ ഇത്ര പേര് അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി സിനാരിയോ, ഇവർ വേറെ കല്യാണം കഴിച്ചില്ല. ഷീ സ്റ്റിൽ റിമെയിൻസ് ടു ബി എ വിഡോ ബട്ട് നോട്ട് മാരിഡ്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് മരിച്ചു, ആള് സ്റ്റിൽ വിഡോ ആണ്. ടെക്നിക്കലി വാട്ട് ഹാപ്പൻ, വാട്ട് എവർ ഷീ ഏൺഡ് ഷീ ആൻഡ് ഹെർ പാരൻസ് ആർ ഡിപെൻഡന്റ് വേറെ. Okay. നോർമലി അങ്ങനെയാണല്ലോ. but technically she is still with her family and her parents are assume if she passed away property ഓടെ പോകും. ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി ഇപ്പൊ വൈഫിന്റെ കയ്യിലുണ്ട്. ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടിയും വൈഫിന്റെ കയ്യിലുണ്ട്. വൈഫും പ്രോപ്പർട്ടി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി പോകുന്ന ഹസ്ബൻഡിന്റെ ലീഗൽ എയറിൽ പോകും. ഹസ്ബൻഡിന്റെ ലീഗൽ എയർ. ഹസ്ബൻഡിന്റെ ലീഗൽ എയർ പോകും. ഇറ്റ് ഈവൻ നോട്ട് ഈവൻ ഗോ ടു ഹെർ പാരന്റ്സ്. Oh my god. Only things go to her parents if anything she inherited from her parents. Inherited ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രം, that she inherited from her. If she inherited any property from her father or from her mother, it will go to her father's in the legal heir. Like മദറിന്റെ വന്ന വഴിയായാലും പോകുന്നത് ഫാദറിന്റെ ലീഗൽ എയറിലേക്കാണ്. അതായത് ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്, ഇപ്പൊ പഴയ കുടുംബങ്ങളിൽ അങ്ങനെയാണല്ലോ, പ്രോപ്പർട്ടീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ ആ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി എൻ്റെ അച്ഛൻ്റെ സൈഡിലേക്കായിരിക്കും പോവുക. That is so. Why is the law like this? I can't help it. Supreme Court said sentiment and sympathy has no role because the law is very clear. The law is clear because law is giving you a right to write a will. ഒരു will എഴുതാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. All these things will happen only when you have a intestate death. ഞാൻ ഇതിന്റെ ഒരു ലോജിക്ക് പറഞ്ഞുതരാം. ഡെത്ത് രണ്ട് തരത്തിലാണ്. ഒന്ന് ടെസ്റ്റേറ്റ് ഡെത്ത്. ടെസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിൽ എഴുതി മരിക്കുന്നതിനാണ് ടെസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറയുന്നത്. ഒരാൾ മരിക്കുന്നു, അയാൾ വിൽ എഴുതി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ടെസ്റ്റേറ്റ് ഡെത്ത് ആയിട്ടാണ്. ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറയുന്ന ആൾ വിൽ എഴുതാതെ മരിക്കുന്ന ആളാണ് ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത്. സോ ഓൾ ദി സക്സഷൻ ലോ വിൽ കംസ് ഓൺലി വെൻ എ പേഴ്സൺ ഡൈ ബൈ ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത്. വിൽ എഴുതാതെ മരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ, ഇപ്പോൾ ശ്രീജിത്ത് എത്രയോ വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യാണ്, എത്രയോ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ആൾക്കാർ വില്ല് എഴുതാൻ മടിക്കുന്നത്? ഒന്നും ഇതിൻ്റെ അവയർനെസ് ഇല്ല. വൺ തിങ് ഈസ് വന്നിട്ട് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള അവയർനെസ് ഇല്ല. അതാണ് മെയിൻ കാരണം. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് വന്നിട്ട്
ഇതൊരു മെൻ്റലി ദ പേഴ്സൺ സപ്പോസ് ടു റൈറ്റ് എ വിൽ നോ ആൾക്ക് മെൻ്റലി ഒരു പ്രഷർ ഫീൽ ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ദ ഫാദർ സ്റ്റാർട്ടഡ് ഡൂയിങ് പെർഫോമൻസ് അപ്രൈസൽ. ഇപ്പോൾ ഫാദറിന് ഒരു 3 മക്കളുണ്ട് വിചാരിച്ചു. ഫാദറിന് 3 മക്കളുണ്ട സമയത്ത് ഈ ഫാദറിന് മാത്രമേ അറിയത്തുള്ളൂ എത്ര മക്കൾക്ക് കഴിവുണ്ട് എത്ര മക്കൾക്ക് കഴിവില്ല. വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. വീട്ടിലെ അച്ഛന് കൃത്യമായിട്ട് അറിയാം ഇവന് നല്ല കഴിവുണ്ട് ഇവന് നല്ല കഴിവില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഈ കഴിവുള്ള മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ നല്ലോണം പഠിച്ച് സക്സസ്ഫുള്ളായി വല്ല ഡോക്ടർ എഞ്ചിനീയർ ആയിട്ടുണ്ടാവും. ഈ കഴിവില്ലാത്തവളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവനൊന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു വെൽത്ത് ഉണ്ടല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നവർക്ക് അറിയില്ല. ഇല്ല അപ്പോൾ മാനേജ് ചെയ്യാൻ അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ ഒന്ന് നോർമലി എപ്പോഴെന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ് വർക്ക് ചെയ്യുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ഈ കഴിവില്ലാത്ത മക്കൾക്ക് കൂടുതൽ കൊടുക്കാനാണ് നമുക്ക് സെൻറ്റിമെൻറ്റ് വർക്ക് ചെയ്യുക. അവരെ സേഫ് ആക്കണമല്ലോ. ഇവർ ഓൾറെഡി സേഫ് ആയല്ലോ. അപ്പോൾ ഐഡിയലി നമ്മളൊരു ചെയ്യുന്നത് പെർഫോമൻസ് അപ്രൈസലാണ് അച്ഛൻ ചെയ്യുന്നത്. ആ പെർഫോമൻസ് അപ്രൈസൽ കഴിവുള്ള ആൾക്കാർക്ക് കുറച്ചും കഴിവില്ലാത്തവർക്ക് കൂടുതൽ കിട്ടും. അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ മാച്ച് ആവില്ല. കാരണം ഈ മക്കൾക്ക് 3 മക്കൾക്ക് അച്ഛനൊന്നേ ഉള്ളൂ. അല്ല ഈ ഫീൽ നോ മൈ ഫാദർ ബിക്കം വെരി അൺഫെയർ വിത്ത് മീ. അല്ല എന്നോട് ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്തിരിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി കഴിവോടുകൂടി ഞാൻ ഇതായി അല്ലേ. ആ സമയത്ത് മറ്റേ ബ്രദർ വന്നിട്ട് യൂട്യൂബ് നാട്ടിൽ കളിച്ച് നടന്നിട്ട് അവൻ സക്സസ്ഫുൾ ആയിട്ടില്ല ഇല്ലേ. അപ്പോൾ ഐഡിയലി എന്താ സംഭവിക്കുന്നത് ഈ ഒരു ഡയലാമ വരുന്നത് കൊണ്ടാണ് ഈ കൺവേഴ്സേഷൻ ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. സോ ഐഡിയലി ഞങ്ങളുടെ ക്ലയൻസിൽ ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ യു ഹാവ് ടു ഹാവ് ഫാമിലി കൗൺസിലിംഗ് പോലെ ഫാമിലിനെ ഇരുത്തി വേണം ഇത് ചെയ്യാൻ. ഇത് ആരും അറിയാതെ ചെയ്യുന്ന പരിപാടിയല്ല വില്ലെഴുതുന്നത്. അതാണല്ലോ മെയിൻ പ്രോബ്ലം. എല്ലാവരും അറിയാതെ ചെയ്യുന്ന കാര്യമാണ് വില്ല്. ഇത് എങ്ങനെയാണ് ഈ ഫാമിലി കൗൺസിലിംഗ് നടക്കുന്നത്? ഫാമിലി കൗൺസിലിംഗ് വി ജസ്റ്റ് കോൾ ഫോർ ദ ഫാമിലി. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. വി എക്സ്പ്ലെയിൻ വന്നിട്ട് വിൽ ഹൗ വിൽ ഫങ്ഷൻ ട്രസ്റ്റ് ഉണ്ടാക്കി എങ്ങനെ ഫങ്ഷൻ ഫോർ ഓൾ ദ ബെനിഫിറ്റ് ദിസ് തിങ്. സി വെൻ യു ഹാവ് എ ഫാദർ in front of them, they all come as a united team. അതാണ് ഫാദറിൻ്റെ ഒരു പവർ. വെൻ യു ബ്രിങ് എ ടീം വിത്ത് എ ഫാദർ ദേ ലിസൺ ബിക്കോസ് ഹീ ഈസ് എ ലീഡർ. ലീഡർ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇമാജിൻ ക്യാപ്റ്റൻ ഇല്ലാത്ത ടീം പോലെ ഉണ്ടോ അല്ലേ. ക്യാപ്റ്റൻ ഇല്ലാത്ത ടീം 4 പേര് 4 വഴിക്ക് പോകും. അപ്പോൾ ഇറ്റ് ഓൾവേസ് ഡു എ ഫാമിലി കൗൺസിലിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഫാദർ. സോ ഇൻ ദ ഫാമിലി കൗൺസിലിംഗ് സെഷൻ വെൻ യു ഡു ഇറ്റ് അപ്പം തന്നെ അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാർ അവർ ഇത് പറയാറുണ്ടോ തുറന്ന് ഞാൻ നിങ്ങൾക്ക് ഇത്രയേ തരുന്നുള്ളൂ ഇയാൾക്ക് ഇത്ര കൂടെ കൂടുതലാണ് വിത്ത് റീസൺ മാരേജ് സമയത്ത് ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനു വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുകൊണ്ട് ഇങ്ങനെയാണ്. സോ ബേസിക്കലി ഷുഡ് ബി ഫെയർ. എന്നിട്ടും അവിടെ ഡിസ്കഷൻ എവറി ടൈം വന്നിട്ട് ഓൾ പ്ലേറ്റ് വോണ്ട് ബി വെരി ഈക്വൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ എന്നാലും അവിടെ നമുക്കത് സംസാരിച്ചത് തീർക്കാം. ഈ സംസാരം നടക്കാത്തതുകൊണ്ടാണ് നാളെ കോടതി പോകണം. ഐ ഓൾവേസ് സേ വന്നിട്ട് എ പേഴ്സൺ ഹു ഡൈ വിത്തൗട്ട് ഹാവിങ് എ സക്സഷൻ പ്ലാൻ ഇറ്റ്സ് എ ബിഗ് ഫിനാൻഷ്യൽ ക്രൈം ടു ദ ഫാമിലി. ഫിനാൻഷ്യൽ ക്രൈം ടു ദ ഫാമിലി. കാരണം ഇവർ നേരെ പോകുന്നത് കോടതിയിലാണ്. എനിക്ക് വീട്ടിൽ നിന്ന് ന്യായം കിട്ടിയില്ല, ഞാൻ കോടതിയിൽ പോകും. കോടതിയിൽ 2 ബ്രദർ കോടതി പോയി കഴിഞ്ഞാൽ ഐ വിൽ ടെൽ യു പിന്നീട് ആ റിലേഷൻഷിപ്പ് സ്പോയിലായി. ദ മൊമെൻറ്റ് യു ടച്ച് ദ കോർട്ട് ഗോൺ, റിലേഷൻഷിപ്പ് സ്പോയിൽ. ആ റിലേഷൻഷിപ്പ് അല്ല താഴെയുള്ള അടുത്ത ജനറേഷനിൽ ഇവർ സംസാരിക്കുന്ന കൂടിയില്ല. കംപ്ലീറ്റ്ലി ഡാമേജ് ആവും. എത്ര സിനാരിയോ, എത്ര സിറ്റുവേഷൻസ്. ഇന്ന് കോടതികളിലുള്ള കേസിൽ 80% കേസുകളും ഫാമിലി ഡിസ്പ്യൂട്ട് അല്ലേ. ഫാമിലി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ. എന്തുകൊണ്ടാണ്? 1 person ഈസ് ഹാപ്പി, 1 person ഈസ് നോട്ട് ഹാപ്പി. അപ്പോൾ വില്ല് എപ്പോഴും ചാലഞ്ച് ചെയ്യുന്നതാണ്. ഒരു ബ്രദർ പറയും ഇത് അച്ഛൻ എഴുതിയ വില്ലല്ല, അച്ഛൻ ഒരിക്കലും അങ്ങനെ എഴുതില്ല, ഞാനും അച്ഛൻ അങ്ങനെയല്ല. മറ്റേ ബ്രദർ പറയും അച്ഛനാണ് എഴുതിയ വില്ല്. കാരണം ഇത് പ്രൂവ് ചെയ്യാൻ അച്ഛനില്ല. ചിലപ്പോൾ 2-3 വില്ല് എഴുതിയ വ്യക്തികളായിട്ട് ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ? അതിലെങ്ങനെയാണ്? എനിക്ക് അങ്ങനത്തെ കേസായിട്ട് വന്നിട്ടില്ല. നോർമലി എൻ്റെ അടുക്ക് വരുന്ന കേസുകൾ കൂടുതലും ഇത് ഇല്ലാതെ ഉണ്ടാക്കാനാണ് ആൾക്കാർ വരിക. വില്ലുണ്ട് എന്ന് പറയുമ്പോഴും ആൾക്കാരുടെ വിചാരം വില്ലുണ്ടെന്നാണ്. ആ വില്ല് എങ്ങനെ എഴുതിയെന്ന് ആൾക്കാർക്ക് അറിയില്ല. നോർമലി പീപ്പിൾ ഫേസ് ചെയ്യുന്നോ എനിക്കും ഒരു കമ്പനി ഉണ്ടെന്നാണ് പറയാം. അതുപോലെ തന്നെ ഞാനൊരു വില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വില്ലിന്റെ കോംപ്ലക്സിറ്റി ശരിക്കും അറിയത്തില്ല ആ വില്ല് ചാലഞ്ചബിൾ ആണോ. അപ്പോൾ അതിന്റെ വിൽസും ചാലഞ്ചബിൾ ആണ്. വിൽ ഓൾവേസ് ബി ചാലഞ്ചിങ്. Tell me an instance. See, for example, ഇപ്പം വില്ല് എഴുതുന്നു അല്ലേ. വില്ല് ഈസ് എ പേപ്പർ ഡോക്യുമെന്റ്. Okay. Only after the death of the individual only the will become a legal document. Okay. ആ ലീഗാലിറ്റി കിട്ടുന്നത് കോടതിയിൽ നിന്നാണ്. There is a concept called probate. You need to take a probate from the court. Court will say that this will is actually valid will. Then only that become a legal document. ആ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും പോകുന്നത് ഇതാണ് എൻ്റെ ഡോക്യുമെന്റ്. വില്ല് ആസ് ഇറ്റ് ഈസ് നോട്ട് എ പീസ് ഓഫ് പേപ്പർ.
ഓ നമ്മൾ വിചാരിക്കില്ലേ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നത് ഗോഡ് മൈ ലെവൽ ഓഫ് അവയർനെസ്. The will need to be probated. Okay, it is mandatory to need to probate in Bombay, Chennai, and Calcutta and all. But practically probate ചെയ്യാത്ത വില്ല് എവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇതെൻ്റെ അച്ഛൻ എഴുതിയ വില്ല എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫീസ് അക്സെപ്റ്റ് ചെയ്യില്ല. യു നീഡ് ടു ടേക്ക് ദ കോർട്ട് ഡയറക്ഷൻ ഫ്രം ദ ഹൈക്കോർട്ട്. So basically, if I am writing a will for my children or for my husband, then I need to write the will and then get it legally accepted. Not you, the executor. നോട്ട് യു. നമ്മൾ വില്ല് എഴുതി വെച്ചു, ഇതിൽ ഞാനൊരു എക്സിക്യൂട്ടറെ ഏൽപ്പിച്ചു, ഇത് ഞാൻ ശേഷം ആ എക്സിക്യൂട്ടറാണ് ഈ വില്ലും കൊണ്ട് കോടതി പോകേണ്ടത്. After your death. So I can write it on a sheet of paper and leave it as that. I don't have to run around with it. So that is okay. The person writing a will has no problem at all. Okay. അപ്പോൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ പേപ്പർ തുണ്ടിൽ എഴുതിയാലും അതൊരു വില്ല് തന്നെയാണ്. ഓൺലി കോടതി പോയി ചാലഞ്ച് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ച വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹമാണ് അതിന്റെ ശരിക്കുള്ള വ്യക്തി. എല്ലാവരും ചാലഞ്ച് ചെയ്യുന്നത് എന്താണ്? ഒറ്റ കാര്യങ്ങളും അദ്ദേഹം ഈ വില്ല് എഴുതിയിട്ടില്ല, അതാണ് ചാലഞ്ച് ചെയ്യുന്നത്. വില്ലിൽ എന്താണ് എഴുതിയെന്ന് ആരും ചാലഞ്ച് ചെയ്യില്ല. Nobody can challenge what is written in the will. Nobody can even challenge. He can write anything in the will. So how do I state that this is I have written this will and sound state of mindലാണ് ഞാൻ എഴുതിയതെന്നും അതും ചാലഞ്ച് ചെയ്യപ്പെടാമല്ലോ. അതാണ് ചാലഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ ഞാൻ എന്താ പറയാ, ഇത് എന്റെ വില്ല് തന്നെയാണ് ആൻഡ് ഇതിന്റെ ഫൈനൽ ഡിസിഷൻ ആണ്, വേറെ വില്ലൊന്നും ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ ഗ്യാരണ്ടി ചെയ്യും. Normally you write in the will itself. All those things actually you write in the will itself. All those things എങ്ങനെയാണെന്നൊക്കെ എഴുതും. Then you actually arrange two witness. Okay. Then you need to arrange other areas actually how you make it. The process need to be documented. Oh my God. Involvement ആണല്ലോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആക്ട് പ്രകാരം you need to bring another person. Then only become an evidence. ആ എവിഡൻസ് ആണ് വിറ്റ്നസ്. വിറ്റ്നസ് ചിലപ്പം നാട്ടിലുണ്ടാവില്ല, വിറ്റ്നസ് ചിലപ്പം കിടപ്പായിരിക്കും. കോടതിയിൽ ഒന്ന് വിറ്റ്നസ് പറയണ്ടേ? വിറ്റ്നസും എക്സിക്യൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 50-55 വയസ്സുള്ള ഒരാൾ വില്ല് എഴുതുമ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടറായിട്ട് വെക്കുന്നത് വേറെ 60 വയസ്സുള്ള ഒരാളായിരിക്കും. അവരുടെ കൂടെ തന്നെയുള്ള 62 വയസ്സ് 61 വയസ്സുള്ള ഫ്രണ്ട്സിനായിരിക്കും ഇതിൻ്റെ വിറ്റ്നസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അവസാനം ഈ ഡോക്യുമെന്റ് വരയ്ക്കുമ്പം കോടതിയിൽ ഒരു കേസായിട്ട് വരുമ്പം ഈ വിറ്റ്നസ് ഒന്നും ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. സർ, വിൽ പ്രൊബേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പം ഞാൻ പക്ഷേ വില്ല് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ഒന്നും കൂടി കേട്ടിട്ടുണ്ട്. ഈ രജിസ്ട്രേഷനും പ്രൊബേറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടാണ്. വില്ല് എഴുതുന്ന സമയത്ത് ഞാൻ എഴുതി അല്ലേ, ഇപ്പം ഞാനിപ്പോൾ ഒരു കൺസൾട്ട് വെച്ചിട്ട് നമുക്ക് ബില്ലൊക്കെ എഴുതിയതിനു ശേഷം ഈ ബില്ല് എനിക്ക് രജിസ്റ്റർ ചെയ്യാം, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ബില്ല് ആരാണോ എഴുതിയത് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പറയാണ് ഇത് ഞാൻ എഴുതിയ ബില്ലാണ്, എനിക്കിതിവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റും പാർട്ടിയാണ്, ഗവൺമെൻറ് ഇതിൻ്റെ കോപ്പി വെക്കും. എൻ്റെ കയ്യിലൊരു കോപ്പി ഉണ്ട്, നിങ്ങളുടെ ഒരു കോപ്പി, ഇതെനിക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് രജിസ്റ്റേർഡ് ബില്ലായി. ഇനി ഞാൻ മരിച്ചതിന് ശേഷം ഈ രജിസ്റ്റേർഡ് ബില്ലാണ് ഞാൻ കോടതിയിൽ പോയിട്ട് ലീഗൽ ഡിക്ലറേഷൻ എടുക്കുന്നത്, പറയുന്നത് ഇതാണ് ഇതിൻ്റെ എക്സിക്യൂട്ടർ. ഇത് കൊണ്ടുപോകുന്ന ആരാണ്? എക്സിക്യൂട്ടറാണ്, മരിച്ച ആളല്ലല്ലോ. മരിച്ചാൽ കൊണ്ടുപോകാൻ ആരെങ്കിലും എക്സിക്യൂട്ടർ ആരെങ്കിലും അല്ല, എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടുപോകേണ്ടത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ആരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. ആ എക്സിക്യൂഷൻ പ്രോസസ്സാണ് അതിൻ്റെ വൺ ഓഫ് ദ പ്രോസസ്സാണ് പ്രൊബേറ്റ്. കോടതി പോയിട്ട് പറയാണ് ഇതൊന്ന് പ്രൊബേറ്റ് ചെയ്ത് തരണം. അന്നേരം കോടതി പറയും ഇദ്ദേഹം എഴുതിയ ബില്ലാണ്, ഇത് ഓക്കെയാണ്, ഇതിൽ പറഞ്ഞ പോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് പ്രൊബേറ്റ് ഡോക്യുമെൻ്റ് ആണ്, ലീഗൽ ഡിക്ലറേഷൻ ഹൈക്കോടതി. ആ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഞാൻ രജിസ്റ്റർ ഓഫീസിലും ബാങ്കിലും എല്ലാം പോയിട്ട് ഇതിൻ്റെ ലീഗൽ ക്ലെയിം എടുക്കുന്നത്. രജിസ്ട്രേഷനും പ്രൊബേറ്റും രണ്ടാണ്. അത് പ്രൊബേറ്റ് എക്സിക്യൂട്ടർ ചെയ്യുന്നു, രജിസ്ട്രേഷൻ വില്ല് എഴുതിയ ആൾ പോയി ചെയ്യുന്നു. God. So it is so basically the thing is the necessity for writing a will is so important. അതുപോലെ തന്നെ വേറെ ഒരു ഏരിയ ആണ് which we don't know anything about, which is about trust. നമ്മുടെ വിചാരം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് ചാരിറ്റിക്കുള്ള സംഭവം അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദാറ്റ്, ശ്രീജിത്ത്, as I understand from talking to you. Can you please explain what is trust and when do we need a trust? Yeah, I'll tell you. So will has its own limitations. Okay. Like for example, will probate ചെയ്യണം, കോടതി പോകണം, കേസാകും, ചാലഞ്ച് ചെയ്യപ്പെടാം, ഇതെല്ലാം സംഭവിക്കും അല്ലേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സക്സഷൻ പ്ലാൻ ചെയ്യുന്ന സാധനമാണ് ട്രസ്റ്റ്. There is no procedure to a transition, no? Okay. During my lifetime itself, I am moving my asset to a trust. Okay. So advantage of trust ന്റെ എന്താണെന്ന് പറഞ്ഞാൽ asset protection ആണ്. അതായത് ഫോർ എക്സാമ്പിൾ this is my asset, for example, okay? I am the owner of this asset. Anybody can എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകാം, ആർക്ക് വേണമെങ്കിൽ ഇത് എടുത്തുകൊണ്ടാവും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ടുണ്ട്, ഇതിൻ്റെ ടൈറ്റിൽ ഉണ്ട്. ടൈറ്റിൽ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഓണർഷിപ്പ് ഉണ്ട്, ഇതിൻ്റെ യൂസേജ് ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. സോ ഐഡിയലി ഇത് എനിബഡി ക്യാൻ സീസ് ഫ്രം യു, റൈറ്റ്? അങ്ങനെയാണല്ലോ അല്ലേ. അതേ സമയത്ത് ഞാൻ ഈ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഐ എം പുട്ടിങ് ഇൻ എ ട്രസ്റ്റ്.
ഓക്കെ ഓക്കെ നൗ ഐ എം നോ മോർ ഓണർ ഓഫ് ദിസ് അസെറ്റ് ബട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടല്ലോ ഐ ക്യാൻ എൻജോയ് മൈ ഫാമിലി ക്യാൻ എൻജോയ് മൈ വൈഫ് ക്യാൻ എൻജോയ് മൈ ചിൽഡ്രൻ ക്യാൻ എൻജോയ് അല്ലേ ബട്ട് ഓണർഷിപ്പ് ഈസ് വിത്ത് ദ ട്രസ്റ്റ് ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് ട്രസ്റ്റിനെയും വെക്കും ഞാൻ ട്രസ്റ്റി ഓൾസോ മൈ ഫാമിലി മെമ്പേഴ്സ് ഓക്കെ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ് nobody knows what is happening in the what is your family succession within the circle family no one has any idea എന്താ കംപ്ലീറ്റ് അസറ്റ് പ്രൊട്ടക്ഷൻ ഇത് ആർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക ഞാൻ പറയാം നമ്മളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട് ആ അസറ്റ് നമുക്ക് അടുത്ത ജനറേഷനിൽ കൊടുക്കേണ്ട ഒരു അസറ്റാണ് ഓക്കെ അടുത്ത ജനറേഷനിൽ കൊടുക്കേണ്ട മേ ബി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സം ഇൻടാഞ്ചിബിൾസ് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ബാക്കി എന്തും നമുക്ക് ചെയ്യാം കാരണം ദിസ് ഈസ് മൂഡ് ദിസ് ഈസ് പ്രൊട്ടക്റ്റഡ് അല്ലേ എനിത്തിങ് ഐ ഡു നത്തിങ് നോബഡി ക്യാൻ ടച്ച് ദിസ് അസെറ്റ് ഒരു ബാങ്കോ ഒരു ഗവൺമെൻറ്റോ ഒരു ക്രെഡിറ്ററോ നാളെ ഒന്നും നോബഡി ക്യാൻ ടച്ച് ബിക്കോസ് ദിസ് ഈസ് ബിലോങ്സ് ടു ദിസ് ട്രസ്റ്റ് ഐ എം നോട്ട് ദ ഓണർ ഞാനത് അവിടെ കൊടുത്തു ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് സക്സഷൻ പ്ലാനിങ് എവ്രി വൺ ഷുഡ് ഹാവ് എ ട്രസ്റ്റ് You mean to say any normal person can have a trust? ഒരു salaried person? Any person can have it. നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് എസ്പെഷ്യലി ഐ വിൽ ടെൽ യു വെൻ യു ഹാവ് എ മൈനർ ചിൽഡ്രൻ വെൻ യു ഹാവ് എ ഗേൾ ചൈൽഡ് വെൻ യു ഹാവ് എ സ്പെഷ്യൽ നീഡ് ചൈൽഡ് വെൻ യു ഡോണ്ട് ഹാവ് എ ചിൽഡ്രൻ പുട്ട് എ ട്രസ്റ്റ് സോ ദാറ്റ് നാളെ ഈ ട്രസ്റ്റ് എന്നുള്ള ബെനിഫിറ്റ് ഞാനൊരു കോസിന് കൊടുക്കുകയാണെങ്കിലും എനിക്ക് പറയാലോ എന്നെ നോക്കണം ഞാൻ മരിക്കുന്ന വരെ എന്നെ നോക്കണം എന്നുള്ളൊരു ഒബ്ലിഗേഷന് വേണ്ടി ട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ബെനിഫിറ്റ് മുഴുവനും കൊടുക്കാമല്ലോ അതർവൈസ് വന്നിട്ട് എനിക്ക് കുറേ പ്രോപ്പർട്ടി ഉണ്ട് എന്നെ പ്രായമാകുമ്പോൾ ആരും നോക്കാൻ ആരും ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് നോക്കാത്തത് കാരണം അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ആരും നോക്കാനുള്ള ചുറ്റുപാടും വരാത്തത് കാരണം ഇത് എൻ്റെതല്ലല്ലോ അതുകൊണ്ടാണല്ലോ ആരും നോക്കാത്തത് എനിക്ക് കിട്ടാത്തിടത്തോളം ആരും നോക്കാൻ വരില്ല ഞാനിത് ഒരാളെ ഏൽപ്പിച്ചു അതിൽ നിന്ന് വരുന്ന ഒരു ആസ് എൻ എമൗണ്ട് ഇൻകം ആ ഇൻകം വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിട്ട് ഇത് എന്നെ നോക്കണം എൻ്റെ വൈഫിനെ നോക്കണം എൻ്റെ കുട്ടികളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആളെ ഏൽപ്പിച്ചു സോ ഹി വിൽ ടേക്ക് കെയർ ആളുടെ ഒരു കമ്പനി നടത്തുന്ന പോലെ തന്നെയാണ് ഒരു LLP ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന പോലെ തന്നെയാണ് ട്രസ്റ്റ് യു ക്യാൻ പുട്ട് പ്രൊഫഷണൽസ് യു ക്യാൻ പുട്ട് മീ ആസ് എ ട്രസ്റ്റി ആസ് എ മാനേജിങ് ട്രസ്റ്റി മാനേജ് ഇറ്റ് ഇതിനെ അക്കൗണ്ട്സ് ഫയൽ ചെയ്യണം ഇതിന് റിട്ടേൺ ഫയൽ ചെയ്യണം ഇതിനെ GST ഫയൽ ചെയ്യണം അതൊക്കെ ചെയ്യണം ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ഓഫീസ് വണ്ടർഫുൾ and that anybody can do it's not anybody can do even for example a celebrity their life cycle income capacity only ഒരു 5 year 4 year മാത്രമേ അവർക്ക് കപ്പാസിറ്റി ഉള്ളൂ ബിയോണ്ട് ദ ജനറൽ ഇൻകം പേഴ്സൺ എല്ലാവരും മോഹൻലാൽ മമ്മൂട്ടിക്ക് പോലെ ലോങ്ങർ പീരീഡ് കരിയർ സോ വെൻ യു ഹാവ് എ ഷോർട്ടർ ഡ്യൂറേഷൻ വാട്ട് എവർ യു ക്രിയേറ്റ് എ വെൽത്ത് അറ്റ്ലീസ്റ്റ് ബിഫോർ ടേക്ക് എനി റിസ്ക് സർട്ടൻ അസെറ്റ്സ് യു പ്രൊട്ടക്ട് പുട്ട് ഇറ്റ് ഇൻ എ ട്രസ്റ്റ് പുട്ട് യുവർ ഫാമിലി ആസ് എ ബെനിഫിഷ്യറി ആൻഡ് യു ആർ ഓൾസോ ബെനിഫിഷ്യറി നാളെ ഒന്നുമില്ലെങ്കിലും അതിൽ നിന്നുകൊണ്ട് എനിക്ക് ജീവിച്ചു പോകാലോ കാരണം നമ്മൾ പല കഥകൾ കേൾക്കാറുണ്ട് കോടീശ്വരനായിരുന്നു ഫൈനലി ഒരു വീട് പോലും ഇല്ലാതെ പ്രൊഡ്യൂസേഴ്സിന്റെ അവിടെ എന്താണ് പ്രശ്നം പറ്റുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് എ റിസ്ക് മൈൻഡ് റൈറ്റ് അപ്പം നമ്മൾ ഈ വീട് പണയം വെച്ചിട്ടായിരിക്കും പലിശ എടുത്തിട്ടുണ്ടാവും നോർമലി ഇതെന്റെ കയ്യിലുണ്ട് അല്ലേ നമ്മളിതൊരു അവസാനത്തെ കള്ളിയാണായിട്ടുള്ള ഇത് പോണത് അല്ലേ നോർമലി വന്നിട്ട് ഒരു അവസാനത്തെ പരിപാടിക്ക് പോകുമ്പോൾ നോർമലി ബിസിനസ് മൈൻഡ് സെറ്റുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എന്തും പണയം വെക്കും എവിടുന്നോ ഏത് പലിശയ്ക്കും പൈസ വാങ്ങിക്കും ഇതിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇത് പണയം വെക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ കയ്യിലല്ല ഇത് ട്രസ്റ്റിനാണ് പണയം വെക്കാൻ പറ്റില്ലല്ലോ ബാക്കിയല്ലേ നമ്മൾ മാനേജ് ചെയ്യും അതൊരു തരം ഡെറ്ററന്റ് ആണ് അതുപോലെ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെ എന്തായിരിക്കും മെക്കാനിസം ഫോർ എ വിൽ ആൻഡ് ഫോർ എ ട്രസ്റ്റ് നോട്ട് എ വിൽ ട്രസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു പുട്ട് എ പൊസിഷൻ ലൈക്ക് ദാറ്റ് വന്നിട്ട് അവരുടെ ലൈഫ് ടൈമോളം ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്ത് ആ പ്രോപ്പർട്ടി കാരണം സി സ്പെഷ്യൽ നീഡ് ചൈൽഡ് ഈസ് എ വെരി ചൈൽഡ് ഓൺലി ഫോർ ദ പാരൻസ് നോട്ട് ഫോർ അതേഴ്സ് പാരൻസിന് മാത്രമേ അത് ചൈൽഡായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ ബാക്കി എല്ലാവർക്കും അതൊരു സ്പെഷ്യൽ നീഡ്സ് ആയിട്ട് തന്നെ തോന്നും അറ്റൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അപ്പം ചിലപ്പോൾ അവരുടെ കൂടെയുള്ള സിബ്ലിങ്സിന് അത്രയും അറ്റാച്ച്മെന്റ് വരണമെന്നില്ല കാരണം ഇവർക്കാണ് ഒരു അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നത് അവൻ്റെ ലൈഫ് സ്കൈക്കിൽ അവൻ്റെ ചൈൽഡ്ഹുഡിൽ മുഴുവൻ നല്ലൊരു സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല നല്ലൊരു തിയേറ്ററിൽ പോകാൻ പറ്റത്തില്ല നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഒന്നും പോകാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഓൺലി ബിക്കോസ് ഓഫ് പാരൻസ് എവിടെയും പോകില്ലല്ലോ പോകുമ്പോഴും ഈ ഒരു കുട്ടീനെ കൊണ്ട് പോകുന്നതെന്ന് അവനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ വന്നിട്ട് നാളെ ഈ കുട്ടി ആൾക്കൊരു ബേർഡൻ ആവരുത് ആ സിബ്ലിങ്സിന് അല്ലേ വാട്ട് എവർ യു ഹാവ് പുട്ട് ഇൻ എ ട്രസ്റ്റ് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയും സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുണ്ടെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് യു ഫോം എ ട്രസ്റ്റ് nobody can take from them, right? Because they are special needs child. They don't know. Basically they are not in sound mind. They don't know what they are doing.
അല്ല എനിബഡി ക്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കപ്പാസിറ്റി ഇല്ലാത്ത കയ്യിൽ നിന്ന് ആരുടെ കയ്യിൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും? So even putting in a trust, like you say, ഒരു ട്രസ്റ്റി വെച്ചാൽ പോലും is that taken care of for a specially able child? കാരണം പലപ്പോഴും malpractices ഉണ്ടായി. That is the reason you need to put another trustee like a professional consulting firm like us also. As a managing trustee, whether trust deed പ്രകാരം തന്നെയാണോ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. In case trustees are not functioning as per the trust deed, you can go to court. Court will direction, court will appoint trustee. It's a very powerful tool. It's an 1882 law. It's a very one of the oldest law. Britishers ഉണ്ടാക്കിയതാണ്. You see, all US countries and all the European countries is a very common practice. Have a trust. ഇന്ത്യയിലാണ് നമ്മുടെ ബേസിക്കലി ഇന്ത്യയിൽ നമുക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് വെരി പുവർ. Very poor. You're right. ഓൾ ആർ ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ്. Absolutely. നമുക്ക് എഴുതാനും വായിക്കാനും അറിയാം. പക്ഷേ ഫിനാൻഷ്യൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആസ്ക് മീ ഇൻകം ടാക്സ്, nobody has any idea. Starting running a company, nobody has any idea. They only know how to start a company. They don't know how to generate and how to grow a company. Nobody know valuation. Nobody know actually what is the valuation of how to generate capital in the company. Because that is my core area of consultation on the business side. I'm telling you, people have no idea. നമ്മൾ വിചാരിക്കും ഇതെല്ലാം അവർക്ക് അറിയാമെന്നുള്ളത്. When you talk about women and children specifically, കാരണം ഓരോ religion treats and looks at spouses who are women and പെൺകുട്ടികൾ, ഡോട്ടേഴ്സ് സെപ്പറേറ്റ്ലി. ഐ തിങ്ക് ഇൻ ക്രിസ്ത്യൻ സെസഷൻ ആക്ടിൽ ഇപ്പോൾ വലിയൊരു വ്യത്യാസം വന്നത് മേരി റോയ് മാം ചെയ്ത ഒരു കേസിൻ്റെ ബേസിസിൽ ഡോട്ടേഴ്സിനും പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഡു യു ഫീൽ ദീസ് ഗ്രൂപ്പ്സ്, ദീസ് കമ്മ്യൂണിറ്റീസ് ഷുഡ് ഡു ടു എൻഷുർ ദാറ്റ് ദെയർ ഡോട്ടേഴ്സ് ആർ ഓൾസോ സേഫ് ഗാർഡഡ്? ഇതിൽ വേറൊരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ വി സീ ഇൻ ദ സൊസൈറ്റി a lot of divorce cases are coming up. A lot of live-in relationships are coming up. അപ്പോൾ ഇതിലൊക്കെ വരുന്നത് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിനാരിയോ ആയിരിക്കും. when it comes to successions also between live-in partners or parent daughters. Absolutely. Can you give us some instances how we can safeguard ലിവിംഗ് റിലേഷൻഷിപ്പ്? ഇത് രണ്ടാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ലിവിംഗ് റിലേഷൻഷിപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ല, ടെക്നിക്കലി പാർട്ട്നേഴ്സ് ആണ്. മാരേജ് ഈസ് എ കോൺട്രാക്ട്. ദേ ഡോണ്ട് ഹാവ് എനി കോൺട്രാക്ട്. അപ്പോൾ ചിലപ്പോൾ കുട്ടികളുണ്ടാവും. ഈ ലിവിംഗ് റിലേഷൻഷിപ്പിൽ കുട്ടി ഉണ്ടാവാം, പക്ഷേങ്കിൽ ഈ പറയുന്നവർക്ക് ഹസ്ബൻഡ് വൈഫ് എന്നുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇൻ കേസ് എനിത്തിങ് ഹാപ്പൻ ടു വൺ ഓഫ് എ പാർട്ട്ണർ, ഐഡിയലി അവർക്ക് ലീഗൽ ഇൻഹെറിറ്റൻസ് പ്രകാരം ഉള്ള പ്രൊട്ടക്ഷനും ഇല്ല, ഒട്ടുമില്ല. കാരണം ഷീ ഈസ് നോട്ട് എ വിഡോ ഓഫ് ദ പേഴ്സൺ, സ്പൗസ് അല്ലല്ലോ. അപ്പോൾ ഐഡിയലി യു ഷുഡ് ഹാവ് മാൻഡേറ്ററി യു ഷുഡ് ഹാവ് ഇവനൊരു ഫ്ലാറ്റ്. കാരണം രണ്ടുപേരോടും ജോയിൻറ്റ് ഇൻകം കപ്പാസിറ്റി വെച്ചിട്ടായിരിക്കും പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടാവുക, അസറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടാവുക. ആ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ഐഡിയലി ആ ഫ്ലാറ്റിൽ ഈ മരിച്ച ഹസ്ബൻഡിൻ്റെ ലീഗൽ എയർ വിൽ കം ആസ് സിബ്ലിങ്സ് വിൽ കം ആസ് എ ലീഗൽ എയർ ടു ക്ലെയിം ചെയ്യാം. സോ യു ഷുഡ് ഹാവ് എ മാൻഡേറ്ററി വിൽ. ഡൈവേഴ്സ് കേസിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഡൈവേഴ്സ് കിട്ടാത്തിടത്തോളം ആള് വൈഫാണ്. അതായത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം വരെ വൈഫ് തന്നെയാണ്. അബ്സല്യൂട്ട്ലി. ഓർഡർ കിട്ടാത്ത സമയത്തോടത്തോളം വൈഫ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഷീ ഈസ് ലീഗലി എലിജിബിൾ ഫോർ ദ ലീഗൽ റൈറ്റ്സ്. അപ്പോൾ അവിടെയും യു ഷുഡ് ഹാവ് എ വിൽ. വില്ലില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? വില്ലില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആസ് പെർ ഹിന്ദു ലോ പ്രകാരം വൈഫിനും അമ്മയ്ക്കും മക്കൾക്കും 50% ആ ഈക്വൽ റൈറ്റ്സ് വരുന്ന പോലെ തന്നെ വരും. ക്രിസ്ത്യൻ ലൈക്ക് സക്സഷൻ ലോ വെൻ യു ഡോണ്ട് ഹാവ് വിൽ. പക്ഷേ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെങ്കിലും മാരേജിലാണെങ്കിലും ചിൽഡ്രൻ ആർ ഓൾവേസ് പ്രൊട്ടക്റ്റഡ്. Children remains children. No? There is no illegitimate children. Children always been legitimate. അപ്പോൾ അവിടെ അവർ പ്രൊട്ടക്ട്. അതെ. എത്ര കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കുട്ടികൾ കൗണ്ട് ചെയ്യും. അനദർ തിങ് ഈസ്, നമ്മളിപ്പം എനിക്കിപ്പം ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്, FDs ഉണ്ട്. ഞാൻ FDസിൽ എൻ്റെ മക്കളുടെ പേരായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരായിരിക്കും നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഞാൻ ഇല്ലാതാവുമ്പോൾ ഈ പൈസ, ഞാൻ ഇട്ടിരിക്കുന്ന പൈസ എൻ്റെ നോമിനീസിനായിരിക്കും പോകുക. അത് നോർമലി അങ്ങനെ തന്നെയാണോ പോകുന്നത്? ഓർ there is any catch in it? Absolutely wrong understanding. Okay. See, basically many people under impression succession is nomination. Succession എന്ന് പറയുന്നത് വൈഫിൻ്റെ പേര് നോമിനി ആണല്ലോ. ഓക്കെ. ബാങ്കിൽ FD ഇട്ടു, മൂത്ത മകളുടെ പേരിൽ ഞാനൊരു ഇട്ടു, 50 ലക്ഷം രണ്ടാമത്തെ മകൻ്റെ പേരിലിട്ടു. കാരണം ഇദ്ദേഹം സക്സഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, FD ഇടും, FD ഇട്ടിട്ട് പറയും അത് ഞാൻ നിന്റെ പേരിൽ ഞാൻ നിന്റെ പേരിലല്ല എൻ്റെ പേരിലിട്ടിട്ട് നീ ആർന്ന നോമിനി. അങ്ങനെ ഓരോരുത്തരുടെ പേരിലും ഓരോ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹം FD ഇട്ട്, ഇദ്ദേഹത്തിൻ്റെ വിചാരം ഇവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ സക്സഷൻ ആണെന്നാണ്. നോമിനി ഈസ് നോട്ട് എ ലീഗൽ എയർ. നോമിനി ഈസ് എ ട്രസ്റ്റി ടു കളക്ട് ദ മണി. കാശ് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ നോമിനി ഒരു ലീഗൽ എയർ ആവാം.
ഇപ്പോൾ അമ്മയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ വൈഫ് ഈ FD വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് ഒരു പോർഷൻ കൊടുക്കണം, മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ഓരോ പോർഷൻ കൊടുക്കും, എൻ്റെ പോർഷൻ ഞാനും എടുക്കണം. അവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതെ അതെ, ഇദ്ദേഹത്തിൻ്റെ പൈസ നോമിനി ഈസ് നോട്ട് എ ലീഗൽ എയർ. ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ നോമിനിക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു എമൗണ്ട് എൻ്റെ പേരിൽ അച്ഛൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന്. കാരണം ഇത് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. സക്സഷൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആരാണോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അവരൊരിക്കലും ഇൻഫോം ചെയ്യാറില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതിന് 2 ഡ്രോബാക്ക് ഉണ്ട്. കാരണം ഒന്ന്, ഞാൻ ഉണ്ടാക്കുന്ന ഈ മെയിൽ വീട്ടിൽ ഞാനടക്കം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ചിലപ്പം വൈഫിനത് മനസ്സിലാവണമെന്നില്ല. ഞാനൊരു പർട്ടിക്കുലർ ഒരു ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ഒരു 1 കോടി ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ. അപ്പം നോർമലി എന്താണ് പറയുക, നിങ്ങൾ ഇതിനാ പൈസ ഇട്ടത്, റിസ്ക് ആണ്. നമ്മൾ റിസ്ക് ആയതുകൊണ്ട് പറയില്ല, സക്സസ് ആയി കഴിഞ്ഞിട്ടാവും പറയാം. സക്സസ് ആയാൽ മാത്രം പറയാം എന്നുള്ളതാണ് വിഷയം. പക്ഷേ ഈ കാശ് അവിടെ ഇട്ടത് ഞാൻ ആരോടും പറയില്ല. കാരണം അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വേറെ ആവശ്യങ്ങൾ വരും അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോഴാണ് പറയുക വന്നിട്ട് നമുക്കത് വാങ്ങാമായിരുന്നില്ലേ, ഇത് വാങ്ങാമായിരുന്നില്ലേ, നിങ്ങളത് ഇട്ടതുകൊണ്ടാണല്ലോ അനങ്ങില്ല. നോർമലി ജെൻസ് ആരും ഇത് വീട്ടിൽ പോയി പറയാറില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ പറയാതെ വെച്ച് ഇതിങ്ങനെ കടമായാലും ഇത് ബോത്ത് ഡെറ്റും ഉണ്ടാവും അസറ്റും ഉണ്ടാവും. രണ്ടും ഉണ്ടാവും. അസറ്റ് മാത്രം, അസറ്റ് കൂടെ ഡെറ്റും ഉണ്ടാവും. ഇത് രണ്ടും കൂട്ടി വെച്ചിട്ടേ ആഫ്റ്റർ എ പോയിന്റ് വന്നിട്ട് ഇദ്ദേഹം മരിക്കുമ്പം വൈഫിനോ മക്കൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇത് എവിടെയാണെന്ന്. അല്ലേ, ഇന്ത്യയിൽ 2 ലക്ഷം കോടിയാണ് അൺക്ലെയിംഡ് മണി. 2 ലക്ഷം കോടി അൺക്ലെയിംഡ് മണി. ഈ അൺക്ലെയിംഡ് മണി എങ്ങോട്ടാ പോകുന്നത്? അതാണ് അൺക്ലെയിംഡ് മണി പല രീതിയിലുണ്ട്. ഡെപ്പോസിറ്റ് ഉണ്ട് 67,000 കോടി, മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഒരു 35,000 കോടി, ഇൻഷുറൻസ് ഉണ്ട് ഒരു 25,000 കോടി, PP. ഇത് എല്ലാ അസറ്റുകളും അൺക്ലെയിംഡ് ആകുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ അച്ഛനും ഹസ്ബൻഡൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് പറയാറില്ല. ആരാണ് പറയേണ്ട ആൾ? ഉണ്ടാക്കിയ ആളാണ് പറയേണ്ടത്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ലത് പറയുമ്പോൾ ചീത്തയും പറയണ്ടേ. എല്ലാം പറയാൻ പറ്റില്ല. ഇദ്ദേഹം നല്ലതും ചെയ്തിട്ടുണ്ടാവും, ഇദ്ദേഹത്തിന് പാളിപ്പോയ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യാൻ പ്രാക്ടിക്കലി ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് വളരെ അതിശയം, എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരാൾ പാസ് ഓൺ ചെയ്യുമ്പോൾ വളരെയധികം ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ളതും വളരെയധികം അറിവുള്ളതും മെറ്റിക്കുലസ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്തൊരു വ്യക്തി വില്ലുണ്ടാക്കി എഴുതി വെച്ചിട്ടില്ല. അതെന്തുകൊണ്ട്? അത് വെച്ചാൽ എല്ലാ രീതിയിലും ഒരു വ്യക്തി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വില്ല് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇതെന്തൊരു ഡിറ്ററൻ്റ് ആണ്, അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവും. നോർമലി ഇപ്പം നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ ചെയ്യാമെന്നാണല്ലോ. എവറി ഡേ യു ഹാവ് അനദർ ടുമോറോ, റൈറ്റ്? അല്ലേ, നാളെ ചെയ്യാം അല്ലേ, ഇന്ന് ചെയ്യണമെന്ന് നാളെ ചെയ്യാം. എന്നോട് എത്രയോ ക്ലയൻസ് പറയും, ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇടും, ശ്രീത മറ്റേ ആ സംഭവം ഉണ്ട് കേട്ടോ, ആ ബില്ല് എഴുതാനുണ്ട് കേട്ടോ, നമുക്കത് ചെയ്യാനുണ്ട്, ഞാൻ അടുത്ത ട്രിപ്പിന് വരുമ്പോൾ നമുക്കത് ഇരിക്കാം, മറ്റേ നെക്സ്റ്റ് വിസിറ്റ് വരുമ്പം ശ്രീത ഇനിയിപ്പോഴും ദുബായിൽ വരും, നമുക്കൊന്ന് ഇരിക്കണം, ആ ഫയൽ അയച്ചു തന്നു. അത് വളരെ ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ആലോചിക്കുന്നതാണ്, നമുക്ക് നെക്സ്റ്റ് മീറ്റിങ്ങിൽ ഇരിക്കണം. അതായത് എനിക്ക് കിട്ടുന്ന ഒരു കോമൺ മെസ്സേജ് എന്ന് പറയുന്നത് 10 പേര് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിൽ 8 പേരും പറയുന്നത് ശ്രീത ഇത് വളരെ അത്യാവശ്യമാണ്, ഇത് നാളെ തന്നെ ചെയ്യണം, ഈ നാളെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ഈ റീസെൻ്റ്ലി ഐ വിൽ ഗിവ് എ കേസ്. എനിക്കൊരു ക്ലയൻറ്റിന് 3 വർഷത്തിന് മുമ്പ് തന്നെ നമ്മൾ വില്ലിനെ പറ്റി പറഞ്ഞ് അവർ കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നു. കപ്പിൾസാണ് അവർ. ബില്ലൊക്കെ എഴുതാൻ ഡ്രാഫ്റ്റും കൊടുത്തു, ഈവൻ ഡോക്യുമെൻറ്റ് കൊടുത്തു. പക്ഷേ ബില്ല് ഫൈനലൈസ് ചെയ്തില്ല. നമ്മൾ ബില്ലിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇത് സൈൻ ചെയ്യുമ്പോഴാണല്ലോ ഇത് ബില്ല് കംപ്ലീറ്റ് ആണ് പ്രോസസ്സ് അതല്ലേ. അപ്പോൾ ഇത് പ്രോസസ്സ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് സംസാരം നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാര്യം ആൾക്ക് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ ഓരോരുത്തരും ഓരോരുടെ സിറ്റുവേഷനിലാണ്. ഇത് അവിടെ കൊടുക്കണോ, ഇത് ഇവിടെ കൊടുക്കണോ, മൊത്തം പറമ്പുണ്ട്, അതിൻ്റെ ഫ്രണ്ട് കൊടുക്കണോ, ബാക്ക് കൊടുക്കണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും സംസാരിക്കണം. പിന്നെ ഒരു ഐഡിയ ഇല്ല. പിന്നെ എനിക്കൊരു കോൾ വരുന്നത് ഒരു വർഷം മുമ്പിലാണ് എനിക്കൊരു കോൾ വരുന്നത്, ശ്രീത എവിടെയുള്ളത്? ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് അമൃത ഹോസ്പിറ്റലിൽ വരും. ഞാൻ പറഞ്ഞ വരാം. അപ്പോൾ നേരെ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ഇവരുടെ വൈഫ്, ഈ ആളുടെ വൈഫിൻ്റെ പേരിലാണ് എല്ലാം ഉള്ളത്. വൈഫാണ് ബില്ല് എഴുതേണ്ടത്. ഈ ഹസ്ബൻഡ് ഉണ്ടാക്കിയത് മുഴുവൻ വൈഫിൻ്റെ പേരിലാണ് വാങ്ങിച്ചു വെച്ചത്. ബില്ല് എഴുതേണ്ടത് വൈഫാണ്. ആ വൈഫ് പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് പെട്ടെന്ന് ഒരു ഭാഗം തളർന്ന പോലെയായിട്ട് ആള് ബാത്റൂമിൽ കുഴഞ്ഞു വീണു. അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആൾക്ക് ഒപ്പിടാൻ പറ്റുന്നില്ല. കൺസെൻറ്റ് എഴുതണമല്ലോ. കൺസെൻറ്റ് എഴുതുമ്പോൾ ആൾ പറഞ്ഞു, ശ്രീത സത്യം പറഞ്ഞാൽ ആദ്യം ആലോചിച്ചതേ എനിക്ക് ബില്ല് ശ്രീത കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ബില്ല് എഴുതുന്ന പറഞ്ഞിട്ട് അവസാനം ഞാൻ ഈ കൺസെൻറ്റ് ഫോമിൽ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റാത്ത സമയത്താണ് ഞാൻ ബില്ല് എഴുതിയിട്ടാണെന്ന് മനസ്സിലായത്. ആൾ ഡിസ്ചാർജ് ഉടനെ എന്നെ ഡിസ്ചാർജ് ആയിട്ടില്ല, ഡിസ്ചാർജ് അവർ ഓൾമോസ്റ്റ് 2 വീക്സ് അമൃതയിലുണ്ടായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത ദിവസമാണ് എന്നെ വിളിച്ചത്, ശ്രീത് വന്നു, ആൾക്ക് ഇപ്പോൾ എഴുതാൻ പറ്റും, ആൾ നോക്ക് അടുത്ത ആഴ്ച ബില്ല് എഴുതണം.
നമുക്ക് പെട്ടെന്ന് ഫൈനലൈസ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ വില്ലൊരിക്കൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല, വില്ലിൽ എഴുതിയ പ്രോപ്പർട്ടി പിന്നെ വിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ നമ്മുടെ കയ്യിലുള്ള എന്താണോ പ്രോപ്പർട്ടി, എന്താണോ മരിക്കുന്ന ദിവസം എന്താണുള്ള പ്രോപ്പർട്ടി, അതിനെക്കുറിച്ചാണ് വില്ല്. നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 4 അസറ്റ് ഉണ്ടാവും. 4 അസറ്റ് നമ്മൾ വില്ലിലിട്ട് അതിൽ നിങ്ങൾക്ക് നാളെ ഒരു ആവശ്യത്തിന് 3 അസറ്റ് വിറ്റ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വില്ല് രണ്ടാമത് മാറ്റി എഴുതാം. അതിനെ പറയുന്നതാണ് കോഡിസിൽ നിന്ന്. വില്ലിനെ മാറ്റി എഴുതുന്നതിനെ പറയുന്നതാണ് കോഡിസിൽ. അതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഉള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അതേർ ഇൻ ദ 20s. അവർക്ക് എനിക്കിപ്പോൾ ഞാൻ മരിച്ചു പോയാലും ഇപ്പം എനിക്ക് അവർക്ക് പൈസ കൊടുക്കണ്ട. കാരണം അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടെ എന്ന് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു ലൈഫ് ഉണ്ടാക്കട്ടെ. എനിക്ക് അവർ 40s-ലോ 50s-ലോ ഈ പൈസ ഹാൻഡ് ഓവർ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, സേ ഫോർ ഇൻസ്റ്റൻസ് ഓഫ് 20 or 30 years. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അത് ട്രസ്റ്റായിട്ട് വർക്ക് ചെയ്യണോ അതോ ഒരു വില്ലായിട്ട് ഇട്ടാൽ മതി? ആ ഒരു സിറ്റുവേഷനിൽ വില്ല് വർക്ക് ചെയ്യില്ല. അവിടെ വില്ല് വർക്ക് ചെയ്യില്ല. കാരണം വില്ല് ചിലപ്പോൾ നാളെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർട്ടി കിട്ടുന്ന ഏജ് ചിലപ്പം 20 or 21 ആയിരിക്കും അല്ലേ? ആ സമയത്ത് വില്ല് ലിമിറ്റഡ് ആണ്. വില്ല് ഈസ് ആക്ച്വലി ആഫ്റ്റർ എ ഡെത്ത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ വിൽ ഹാപ്പൻ. അതാണ് വില്ല്. മരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഒരാളിലേക്ക് മാറുന്നു, അതാണ് വില്ല്. ട്രസ്റ്റിലാണ് നമുക്ക് ഇത് ഈ പറഞ്ഞ ഡ്യൂറേഷനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ക്ലയൻറ്റിനോട് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു കാര്യം, ഡ്യൂറിങ് യുവർ ലൈഫ് ടൈം നെവർ ഗിഫ്റ്റ്, നെവർ ഡു എ ഫാമിലി സെറ്റിൽമെൻറ്റ് അറേഞ്ച്മെൻറ്റ്. ബിക്കോസ് യു മേ ഹാവ് അനദർ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി അനദർ 40 years or 70, whatever, so many years. അപ്പോൾ ആ ഒരു ഏജിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് റൈറ്റ്സും ഓണർഷിപ്പും അതിൻ്റെ എൻജോയ്മെൻറ്റ് യു ഷുഡ് ഹാവ് ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണം. ബെനിഫിറ്റ് യു ക്യാൻ ആക്ച്വലി പ്രൊളോങ്, അതിനുശേഷം നമുക്ക് കൊടുക്കാം. കാരണം ഒരു 40 വയസ്സിലാണ് കുട്ടിക്ക് മനസ്സിലാവുക അവൻ ആരാണ്, അവൻ എന്ത് കഴിവുണ്ട്, എന്ത് സ്കിൽ സെറ്റ് ഉണ്ട്. ഹി ബിക്കം സോ കോൺഫിഡൻറ്റ്, ഹി നോസ് ആക്ച്വലി ഐ ക്യാൻ ഓൾസോ ഏൺ വെൽത്ത് അല്ലേ? ആൾക്ക് ആ ഒരു സമയം നമ്മൾ ഐഡിയലി ഒരു ഏജ് ഓഫ് 20 നമ്മൾ ഒരാൾക്ക് പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ്റെ സാധ്യതയുള്ള ഒരു സ്കിൽ സെറ്റ് നമ്മൾ കില്ല് ചെയ്യാം. സ്കില്ല് പണിയെടുത്താൽ മാത്രം കിട്ടുന്നതാണ് സ്കില്ല്, പഠിച്ചാൽ കിട്ടില്ല. യു നീഡ് ടു പ്രാക്ടീസ് ഇറ്റ്. ആ പ്രാക്ടീസ് യു നീഡ് ടു പുട്ട് എഫേർട്ട്. ദാറ്റ് പ്രോസസ്സിൽ കൂടി മാത്രമേ നമുക്ക് സ്കില്ല് കിട്ടുന്നുള്ളൂ. ആ സ്കില്ല് കിട്ടണമെങ്കിൽ ഇതിൻ്റെ നീഡ് എനിക്ക് വേണം, എന്നാൽ മാത്രമേ ഞാൻ ആ പ്രോസസ്സിൽ പോകുന്നുള്ളൂ. ഞാനത് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു 10 കോടിയുടെ അസറ്റ് ഉള്ളത് ഞാൻ എന്തിനു ഈ പണിയെടുക്കണം? വൈ ഷുഡ് ഐ പുട്ട് എഫേർട്ട് അല്ലേ? ഇറ്റ്സ് ഓൾറെഡി ഓൺ മൈ ടേബിൾ അല്ലേ? അപ്പോൾ എനിക്ക് നീഡില്ല. അപ്പോൾ അതേ സമയത്ത് നമ്മളൊരു ട്രസ്റ്റിൽ ഇടുകയാണെങ്കിൽ ഈ ആൾക്കാരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് കൊടുത്താൽ മതി. നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ, ഇൻ എ ഇയർ ഇഫ് യു ഏൺ 20 lakhs, equal amount of 20 lakhs I can give you from the trust. It's almost like an incentivize. You can incentivize. Wonderful. അല്ലേ? ഞാൻ പറയാം, നീ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൂ, 10 ലക്ഷത്തിൻ്റെ വരുമാനം നീ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ 10 ലക്ഷത്തിൻ്റെ ബോണസ് എന്തായാലും കമ്പനി കൊടുക്കൂല. 10 ലക്ഷത്തിൻ്റെ കൂടി ഞാൻ ട്രസ്റ്റ് തരാം. സോ എവറി ഇയർ ഈ ക്രിയേറ്റ് വെൽത്ത് ആൻഡ് ക്രിയേറ്റ് നോ, ബിക്കോസ് എവറി ഇയർ വന്നിട്ട് ഈ ഗെറ്റ് ദ ഈക്വൽ എമൗണ്ട് ഓഫ് ബോണസ് ഫ്രം ദ ട്രസ്റ്റ്. അപ്പോൾ അയാൾ ഇൻസെന്റിവൈസ് ചെയ്യാൻ നല്ലൊരു ടൂളാണ് ട്രസ്റ്റ്. അങ്ങനെ ചെയ്തവരുണ്ടോ? നോർത്ത് ഇന്ത്യൻസ് ഡു. North Indians do that. Yeah, they see basically North Indians വളരെ ക്ലിയർ ആയിട്ട് ഗിവ് ഹിം എ ബെഞ്ച് മാർക്കും ടാർഗറ്റും കാര്യങ്ങളും കൊടുത്ത് ടു പെർഫോമൻസ്. I know you have a lot of clients abroad as well. അവിടെ ഒരു വലിയ ക്രൈസിസ് അല്ല, ആൻഡ് ലോട്ട് ഓഫ് ദം ആർ നോർത്ത് ഇന്ത്യൻസ് ലൈക്ക് യു മെൻഷൻ. അവിടെ ഉള്ളൊരു ക്രൈസിസ് എന്ന് വെച്ചാൽ ഈ ഗോൾഡൻ വിസ എടുത്തിട്ട് പുറത്ത് പോകുന്ന ആൾക്കാർക്ക് they get property, right? They buy property. When you buy a property you get a golden visa. It's other way. Buy a property you get a golden visa. Golden visa വാങ്ങിച്ചിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്. പ്രോപ്പർട്ടി വാങ്ങിച്ചവരാണ് ഗോൾഡൻ വിസ എടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഗോൾഡൻ വിസ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങി. ഒരു സമയത്ത് നമ്മളൊരു 4.5 കോടിയുടെ അടുത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ $500,000 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് എ ഗോൾഡൻ വിസ. ഓക്കെ. സോ ദാറ്റ് നമ്മൾ കേരളത്തിൽ കൊച്ചിയിൽ 2 CR 3 CRന്റെ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിനെക്കാട്ടും നല്ല ഗൾഫിൽ ഒരു 4 CRന്റെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ യു ഗെറ്റ് എ ഗോൾഡൻ വിസ വിത്ത് ഫാമിലി ഫോർ ദ 10 years, റൈറ്റ്? ബട്ട് പ്രാക്ടിക്കലി എന്ത് സംഭവിക്കുക, ദ പ്രോപ്പർട്ടി വാട്ട് ഐ ബോട്ട് ഇൻ ദുബായ് യു ഷുഡ് ഓൾസോ ഹാവ് എ വിൽ ഓൾസോ. ഇല്ലെങ്കിൽ അവസാനം ശരീരത്തെ ലോ പ്രകാരം നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ക്ലെയിം വരുന്നത് നമ്മളുടെ സിബ്ലിങ്സിൻ്റെ റൈറ്റ്സിലാണ്. നമ്മുടെ വൈഫിനും മക്കളും വരണമെന്നില്ല. എസ്പെഷ്യലി ഫോർ ഡു നോട്ട് ഹാവ് എ ചിൽഡ്രൻ ആൻഡ് യു ഹാവ് എ ഗേൾ ചൈൽഡ്. പെൺകുട്ടികൾ മാത്രമുള്ള ഫാമിലിയുള്ള എല്ലാവരും ഐ തിങ്ക് ഷുഡ് ഹാവ് എ സ്ട്രോങ്ലി എ ട്രസ്റ്റ്, നോട്ട് എ വിൽ. നോട്ട് ട്രസ്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾക്ക് ഈ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ ഗിഫ്റ്റായിട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ, ഐഡിയലി. പിന്നെ നമുക്ക് ശേഷം ഈ പെൺകുട്ടികൾക്കാണ് കിട്ടേണ്ടത്. പക്ഷേ ഈ പെൺകുട്ടികൾ എന്ന് പറയുമ്പം നമ്മുടെ ഡോട്ടർ ഈസ് ഗോയിങ് ടു ബി എ വൈഫ് ഓഫ് അനദർ പേഴ്സൺ. ആൻഡ് വൈഫ് ഈസ് എ മോർ പവർഫുൾ പൊസിഷൻ ദാൻ യുവർ ഡോട്ടർ. അങ്ങനെയല്ലേ? സണ്ണും ഡോട്ടറും എന്ന് പറയുമ്പോഴും ഈ സൺ ഒരു ഹസ്ബൻഡ് ആവും, ഈ ഡോട്ടർ ഒരു വൈഫ് ആവും. ആൻഡ് ഈ ഹസ്ബൻഡും
ഈ വൈഫും എന്ന റോള് മച്ച് മോർ പവർഫുൾ ദാൻ യുവർ സൺ ആൻഡ് ഡോട്ടർ റോൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ ദിൽ കുഡ് ബി എ ക്ലെയിം ഓൺ യുവർ പ്രോപ്പർട്ടി അല്ലേ. അവിടുത്തെ ഒരു നീഡ് ഇൻഫ്ലുവൻസ് ആണല്ലോ ടെക്നിക്കൽ അല്ലേ. ചിലപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ ഇത് വിൽക്കേണ്ട സാഹചര്യം വരും. അതേ സമയത്ത് പറയാണ് എൻ്റെ പേരിലൊന്നുമില്ല, അച്ഛൻ മുഴുവനും ഞങ്ങളുടെ ഫാമിലി ട്രസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്, എൻ്റെ പേരിലൊന്നുമില്ലെന്ന് പിന്നെ ചോദ്യമേ വരത്തില്ലല്ലോ. ട്രസ്റ്റ് ഓൺലി വിൽ ഹെൽപ്പ്, വിൽ വോണ്ട് ഹെൽപ്പ്, വിൽ വോണ്ട് ഹെൽപ്പ്, ട്രസ്റ്റ് ഓൺലി ഹെൽപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ മകൾക്ക് 40 വയസ്സിൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ ടെക്നിക്കലി വൈഫിന് 40 ആകുമ്പം അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡിന് ഒരു 42 45 ഉണ്ടോ, കുട്ടികളുണ്ടാവും ഒരു 15 14. ദേ ഗോട്ട് എ ഫാമിലി, കുറച്ചുകൂടി സെക്യൂർഡ് ഫാമിലി ആയി, സ്റ്റേബിൾ ഫാമിലി ആയി. ആ ഫാമിലി വരുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, ദേ വിൽ റീറ്റെയിൻ ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. കാരണം അവർ വിൽക്കില്ല. കാരണം അവർക്ക് മെൻ്റലി ഈ 25 to 35 ആ ഒരു ഏജിൽ വന്നിട്ട് യു ബിക്കം ലോട്ട് ഓഫ് സെൻസിറ്റീവ് ഏരിയാസ് റൈറ്റ്. നമുക്ക് തന്നെ ഉറപ്പില്ല എന്താണ്, ചിലപ്പം മാരേജ് ബിക്കം കൈൻഡ് ഓഫ് ഡൈവേഴ്സൽ ആവാം, അല്ലെങ്കിൽ കുട്ടികളില്ലാതെ ആവാം, പല പല സോ മെനി. പക്ഷേ 30-35 ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി സ്റ്റേബിളായി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു പ്രോപ്പർട്ടി കൊടുക്കുവാണെങ്കിൽ ദേ വിൽ ഹോൾഡ് ഇറ്റ് ബിക്കോസ് ദേ ഓൾസോ ഗോട്ട് എ ഫാമിലി, ദേ അണ്ടർസ്റ്റാൻഡ് ദ മെച്യൂർഡ്. 40 മാത്രമേ നമുക്ക് മെച്യൂരിറ്റി ഫീൽ വരത്തുള്ളൂ. അപ്പോൾ അവിടെ കൊടുക്കുന്ന സമയത്ത് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ബില്ല് ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം അല്ല, അതിന്റെ ലോജിക് എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ്, ഹ്യൂമൻ സൈക്കോളജി. ഇപ്പം നിങ്ങളുടെ ഫാദറിന് ഒരു 50 ലക്ഷത്തിന്റെ ഒരു FD കനറ ബാങ്കിലുണ്ട് വിചാരിച്ചോളൂ, ജസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. അപ്പം സംതിങ് ഫാദർ ഈസ് നോട്ട് ദർ, യു ഗോട്ട് ദാറ്റ് 50 lakhs അല്ലേ, കനറ ബാങ്കിലുണ്ട്. കനറ ബാങ്കിൽ അവർ പറയുമല്ലോ, മാം ഞങ്ങളുടെ ബാങ്കിൽ തന്നെ ഒരു SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ, നിങ്ങളുടെ ഫാദർ ഞങ്ങളുടെ ബാങ്കിൽ ഒരുപാട് വർഷത്തിലുള്ള കസ്റ്റമറാണ്, പ്ലീസ് ഓപ്പൺ SB അക്കൗണ്ട് സോ ദാറ്റ് മണി യു ഡോണ്ട് നീഡ് ടു ടേക്ക് ഇറ്റ് അല്ലേ. പക്ഷേ യു മേ ഹാവ് ഇൻ ബാങ്ക് ഇൻ ICICI ബാങ്ക്. ഹ്യൂമൻ ടെൻഡൻസി എന്താണെന്ന് പറഞ്ഞാൽ കനറ ബാങ്കിലെ കാശ് ICICI ബാങ്കിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. യു മൂവ് മണി ഫ്രം ഹിയർ ടു ഹിയർ, മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ടെക്നിക്കലി വൺസ് ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ് ഓൺലി റൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോപ്പർട്ടികൾ ആ പ്രോപ്പർട്ടിയുടെ രൂപവും കോലവും മാറും. പീപ്പിൾ ചേഞ്ച് ഇറ്റ്, ദാറ്റ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ദേ ചേഞ്ച് ഇറ്റ്. ഇഫ് യു ഗിവ് ഹിം എ ഫ്ലാറ്റ്, ദാറ്റ് ബിക്കം എ മണി, ദാറ്റ് ഫ്ലാറ്റ് ബിക്കം എ ഷെയർ, ദാറ്റ് ഫ്ലാറ്റ് വിൽ ബിക്കം എ കൈൻഡ് ഓഫ് എ അനദർ ഇൻവെസ്റ്റ്മെന്റ്. ദേ നെവർ കീപ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. കാരണം ദെൻ ഓൺലി ദേ ഫീൽ ഇറ്റ്സ് മൈൻ. ഇല്ലെങ്കിൽ അത് വേറൊരാളുടെയാണ്, പെട്ടെന്ന് തന്നെ രൂപം മാറ്റിയത്. When you transfer the money will change in different asset. കാരണം അവരുടെ വിചാരമേ ഈ അസറ്റ് നാളെ ആരും കൂടി ചോദിച്ചോ എന്ന് നമുക്ക് മാറ്റിക്കളയാം. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് ആ ഒരു ഏജിൽ അവർക്ക് ഇമ്മച്യൂർ ആകുമ്പോഴാണ് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നത്. Another thing is, when is the right age to write a will? It is subjective എന്നറിയാം. എന്നാലും if you look at a certain age, ഒരു sample size of about 1000, what do you think is the general tendency? എപ്പോഴാണ് അവർ വില്ല് എഴുതുക? അതർവൈസ് എന്താണ് ഐഡിയൽ ഏജ്? The moment you started earning, creating wealth, the moment you owning an asset, maybe നമുക്കൊരു ഫ്ലാറ്റ് വന്നു അല്ലേ, അപ്പം ഫ്ലാറ്റായി അല്ലെ, നമ്മൾ അതിനുശേഷം നമ്മളൊരു മിനിമം ആണല്ലോ, ഷെൽട്ടർ എന്നൊക്കെ പറയുന്നത് കാർ, അതൊക്കെ മിനിമം ആണ്, എല്ലാം ഡിപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. നമ്മൾ ചില അസറ്റുകൾ നമ്മൾ വെൽത്ത്, ബാക്കിയെല്ലാം നമ്മൾ ഡിപ്രിഷിയേറ്റ്. നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു, ഫ്ലാറ്റ് ഈസ് എ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്. കാർ വാങ്ങിച്ചു, കാർ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്. ബാക്കിയെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻഡിച്ചറാണ്. നമ്മളൊരു വെൽത്ത് ക്രിയേറ്റ്, ഫോർ എക്സാമ്പിൾ യു പുട്ട് എ മ്യൂച്വൽ ഫണ്ട്, യു പുട്ട് ഇൻ FD, ഇതൊക്കെ നമ്മുടെ അടുത്തൊരു വെൽത്താണ്. അത് നടക്കുന്നത് ഒരു 40-ലായിരിക്കും. ദ മൊമെന്റ് യു സ്റ്റാർട്ടഡ് ഏർണിംഗ് ക്രിയേറ്റ് എ വെൽത്ത്, യു നീഡ് ടു സീ 2 things. ഒന്ന്, ഈസ് ദർ എനി വൺ ഡിപ്പെൻഡൻറ്റ്? അത് എന്നെ ആരെങ്കിലും ഡിപ്പെൻഡൻ്റ് ഉണ്ടോ? മൈ വൈഫ്, മൈ ചിൽഡ്രൻ, മൈ പാരൻസ്, മൈ സിബ്ലിംഗ്. എൻ്റെ ചിലപ്പോൾ അനിയൻ ഉണ്ടാവാം. നമ്മളെപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ നമ്മുടെ അനിയൻ ചിലപ്പം വളരെ മെച്ചുവറായിട്ട് കോളേജിലോ ഇതിലോ പഠിക്കുന്ന ഒരാളായിരിക്കും, നമ്മളായിരിക്കും ഡിപ്പെൻഡ് ഉണ്ടാവുക. ചിലപ്പോൾ അച്ഛൻ ഉണ്ടാവണമെന്നില്ല. ഈ സീയിങ് ദാറ്റ് ഏജ് ഗ്യാപ്പുള്ള കുട്ടികളുണ്ടാവില്ലേ, ഈ ഓൾസോ ഫോർ യു സൺ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒറ്റക്കായി, ഈ അനിയനോ അനിയത്തിയോ ഒറ്റക്കായി, നമ്മൾ അവരെ കംപ്ലീറ്റ്ലി മിസ് ഔട്ടായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഞാൻ പറയും യു ഷുഡ് ഹാവ് എ വിൽ, എ ടെമ്പററി അറേഞ്ച്മെൻറ്റ്. ഒരു 40-ൽ യു ഷുഡ് ക്രിയേറ്റ് എ വിൽ. എന്നിട്ട് ഒരു 50-ൽ യു ക്രിയേറ്റ് എ വെൽത്ത്. ദാറ്റ് വെൽത്ത് യു ബിലീവ് വന്നിട്ട് എൻ്റെ ലൈഫ് ടൈമിൽ എനിക്ക് ആ വെൽത്ത് വേണ്ട, ഐ ക്രിയേറ്റഡ് എ ഇനഫ് വെൽത്ത്. ഈ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ആ ലാൻഡ് ഉണ്ട്, എന്തായാലും എൻ്റെ ലൈഫ് ടൈമിൽ ഞാനത് വിൽക്കാൻ എന്തായാലും പ്ലാനില്ല. ദാറ്റ് ഇസ് സംതിങ് യു ടു നീഡ്. അതായത് എനിക്കതിൻ്റെ ഇൻകം മതി, പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്പോസ് ഇറ്റ്. ആ ഒരു പാർട്ട് യു ബ്രിങ് ഇറ്റ് അണ്ടർ ട്രസ്റ്റ്. അതായത് 40-ൽ യു ക്രിയേറ്റ് എ വെൽത്ത്, will, and then you once you created a wealth, ആ വെൽത്തിൽ വന്നിട്ട് സ്റ്റേബിൾ അസറ്റ് വന്നു, ആ അസറ്റിൽ നിന്ന് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്പോസ് ദ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഡ്യൂറിങ് മൈ ലൈഫ് ടൈം. അത് എനിക്ക് കൊണ്ടുപോയിട്ട് ട്രസ്റ്റ് വെക്കാം.
കാര്യം നോർമലി എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു 50 വയസ്സ് കഴിയുമ്പം ആരും തന്നെ ഒന്നും വിൽക്കില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ക്ലയൻസ് ആരും വിൽക്കില്ല. ട്രൈ ടു റീറ്റെയിൻ ഇറ്റ്. ഓക്കെ, കഴിയുന്നതും അത് കൂടുതൽ റീറ്റെയിൻ ചെയ്യാൻ, accumulate കാരണം നെവർ ഡിസ്പോസ് ഇറ്റ്. അവരാകെ വിൽക്കുന്ന ഒരു സാധനം ഷെയർ മാത്രമേ ഉണ്ടാവും. ദാറ്റ് ഈസ് ലിക്വിഡ് അസറ്റ്. that's a liquid asset. റിയൽ എസ്റ്റേറ്റ് നെവർ ഡിസ്പോസ്. And the kind of profile that you keep, you need to know law, you need to know money, finance, taxes, ഹ്യൂമൻ സൈക്കോളജി and human psychology. ഇതെല്ലാം ഫാമിലി വാല്യൂസ്. ഫാമിലി വാല്യൂസ്. മനുഷ്യൻ ഓരോ എപ്പോഴും മനുഷ്യൻ്റെ തനി നിറം നമ്മൾ മനസ്സിലാക്കുന്ന വെൽത്തിലേക്ക് അല്ലെങ്കിൽ പൈസയിലേക്ക് അതിലേക്ക് അടുക്കുമ്പോഴാണ്. മക്കളുടെ തനിനിറം മനസ്സിലാണെങ്കിൽ അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോഴാണ് മക്കളുടെ തനിനിറം മനസ്സിലാക്കുക. Has there been any shocking incident so far in your career? സോ ഫാർ ഓൾ ആർ വെരി കോപ്പറേറ്റീവ്. അങ്ങനെ ഒരാൾ മാത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മകനാണ് വൈ, കാരണം ഫാദറിന് ഞാനാണ് കൺസൾട്ട് ചെയ്തത്. മകനെ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, വൈ ലെറ്റ് ഹിം ഡു, വൈ യു ഇൻവോൾവ് ഇൻ ഹിസ് അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം അത് ആൾക്കത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ആൾക്കത് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈസ് മൈ ക്ലയൻറ്റ് and that's your job. മൈ ജോബ്, ഹി വാണ്ട്സ് എ ഡിസ്ട്രിബ്യൂഷൻ, ഈസ് അസറ്റ് ഹി വാണ്ട് ടു ഡു. അപ്പോൾ അതിൻ്റെ എഫക്റ്റഡ് പാർട്ടി മകനാണ്. ഇദ്ദേഹം ചെയ്യുമ്പോൾ മകനാണ്, കാരണം മകളും ഉണ്ട്, മകനും മകളും ഉണ്ട്. അപ്പം മകൾക്ക് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല. അപ്പം ഇദ്ദേഹത്തിന് ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണല്ലോ ഇതിൽ വില്ലുണ്ടാക്കുന്നത്. ഇതൊരു ഫാമിലി വാല്യൂസിനെ കൊണ്ട് ഞാൻ പറയും, സാർ മകനെയും വിളിക്കുക, കാരണം എൻ്റെ വന്നിട്ട് അതെങ്ങനെ ലീഗലി ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ജോബാണ്. എനിബഡി കം വന്നിട്ട് ഐ വിൽ കൺസൾട്ട്, അത് എൻ്റെ പണി അതല്ലേ. ശ്രീജിത്ത്, ആൻഡ് ഐ ഹാവ് ടു റിയലി താങ്ക് യു ഫോർ ദിസ് കോൺവെർസേഷൻ. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല, ഇനിയും കുറേ അറിയാനുണ്ട്. പക്ഷേ ആസ് എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് കാണുന്നത്. യു ഹാവ് correctly explained the necessity for a will, the necessity for a trust. എത്രത്തോളം ആവശ്യമാണത്, ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നതിന് എത്രത്തോളം ആവശ്യമാണ്. ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ. അതിനെക്കുറിച്ച് ഇത്രയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ്. ആൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം, ബിക്കോസ് ഐ തിങ്ക് ദിസ് ഇസ് വെരി നെസസറി. ലൈക്ക് യു സെഡ്, ഇറ്റ്സ് എൻ ആബ്സല്യൂട്ട് മസ്റ്റ്. ആൻഡ് ഇതിനെല്ലാം all the knowledge shared, we love to thank you for this. Thank you, Mr. Sridhar. Thank you so much. Lovely talking to you. Thank you.